ഓക്കെ, ഓൺലൈൻ ഓഡിബിൾ ആണോ? ഓക്കെ, ഇവിടെ എല്ലാവർക്കും കേൾക്കാമോ? ബാക്കിൽ ഓക്കെ ആണല്ലോ? ഓൾ റൈറ്റ്. സോ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സിബിൽ എന്നാണ്. ഞാനാണ് സോഷ്യോളജി ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യോളജി ഇതിനു മുമ്പ് പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് 11th. വേറെ ആരെങ്കിലും സോഷ്യോളജി ഡിഗ്രി ആണോ? ഓക്കെ, എവിടെയാണ് പഠിച്ചത്? പോണ്ടിച്ചേരി. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം ഓക്കെ, അപ്പം നമ്മൾ സോഷ്യോളജി ഓപ്ഷണലായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആദ്യം നിങ്ങൾക്ക് സോഷ്യോളജി അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ പോർഷൻസിലേക്ക് കിടക്കാം. ഓക്കെ, ബാക്കിൽ ഓഡിബിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓൾ റൈറ്റ്. സോ സോഷ്യോളജി ഓപ്ഷണലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് സോഷ്യോളജിയിൽ പഠിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ? സൊസൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ എന്താ പഠിക്കുന്നത്? സൊസൈറ്റിയിലെ സോഷ്യൽ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ സൊസൈറ്റിയിലുള്ള വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യോളജിയിൽ കൂടുതലായും പഠിക്കുന്നത്. നമ്മളുടെ UPSCയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാമിലി, ഓക്കെ, റിലീജിയൻ, ഇങ്ങനെയുള്ള ഒരുപാടധികം ടോപ്പിക്സ് നമുക്ക് കാണാം. നമ്മൾ സോഷ്യോളജി ഓപ്ഷനിൽ ഈ ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനെ എടുത്ത് ഇത് പല പേഴ്സ്പെക്റ്റീവിലൂടെ പല രീതിയിലൂടെ കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യോളജി ഓപ്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൂടി പഠിക്കും? ഈ സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കുറച്ച് തിങ്കേഴ്സ്, കുറെ വ്യൂ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മേജർ തിങ്കേഴ്സ് നമ്മളുടെ സിലബസിലുണ്ട്. അവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും നമ്മൾ കൂടുതൽ പഠിക്കും. Now, before starting with all the portions and stuff, first and foremost നമുക്ക് എങ്ങനെയാണ് സോഷ്യോളജിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കാം. സോഷ്യോളജി നിങ്ങൾ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചു വരുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ഇത്രയും കാലം പഠിച്ചത്? പഠിച്ചിട്ടേ ഇല്ല എന്നാണോ? അല്ല, നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സാമിന്റെ ടൈമിൽ പഠിക്കുന്നു. അതൊന്ന്. ഇനി എക്സാമിന്റെ ടൈമിൽ പഠിക്കുമ്പോഴും എങ്ങനെയാ പഠിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം. അങ്ങനെ പറഞ്ഞുതരുമോ ഇമ്പോർട്ടന്റ് ഇതാണെന്ന്? ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പഠിക്കുന്നു. അത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈ ഹാർട്ട് ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്? ഇന്ന് പഠിക്കുന്നു, നാളെ പോയി എഴുതുന്നു, മറ്റന്നാൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ പോലും നമുക്ക് ചിലപ്പം അതെന്താണെന്നോ അതെങ്ങനെയാണെന്നോ പറയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് സോഷ്യോളജി പഠിക്കുമ്പം നമ്മൾ ഒരിക്കലും ഈ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള പരിപാടി ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് ഇതൊന്നും റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ സോഷ്യോളജിയിൽ ലോങ് ടേമിൽ പഠിക്കുകയാണ് അല്ലെ? നെക്സ്റ്റ് ഒരു 1 year നമ്മൾ സോഷ്യോളജി വെച്ച് പഠിക്കുന്നു. മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴും നമ്മൾ ലോങ്ങർ പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം ഈ എൻറ്റയർ ഒരു പേപ്പർ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. ഇത് ആൻസർ ചെയ്യുമ്പോഴുള്ള വേറൊരു കാര്യം എന്താണ്? ഒരിക്കലും UPSC നിങ്ങൾ പഠിച്ച അതേപോലെ നമ്മളെ സ്കൂളും കോളേജിലൊക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കുമോ? അതുമില്ല. നിങ്ങൾ പഠിച്ച സാധനം തന്നെയായിരിക്കും, പക്ഷെ അതിനെ പല ഡിഫറെന്റ് രീതിയിലാണ് UPSC എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അതിനെ ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്യാം, അതിനകത്ത് പുതിയ വേരിയസ് എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തത് അതേപോലെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടി വരും? നിങ്ങൾ അതിനെ ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ച് എഴുതേണ്ടി വരില്ലേ? ഇപ്പൊ ഉദാഹരണം പറയാം, ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു. ഓക്കെ, നമ്മൾ യൂഷ്വലി അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സ് എടുക്കുന്നു, ആ ഫീച്ചേഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കാം. UPSC നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത് ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതല്ല, മറിച്ച് UPSC എന്ത് ചോദിക്കും? ഫാമിലിയുടെ ഫീച്ചേഴ്സ് ഇന്നത്തെ സൊസൈറ്റിയിൽ എന്തൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ കാണുന്ന ഫാമിലിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് പുതിയതായി ഉള്ളത്. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച ആ സാധനം കൊണ്ടുപോയി എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആ ക്വസ്റ്റ്യന് കണക്കായി ആൻസർ ചെയ്യണ്ടേ?
അപ്പം ആ ഫീച്ചേഴ്സിൽ എന്തൊക്കെയാണോ ഇന്ന് ബാധകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സിന്റെ പുറമെ പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടോ, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതണ്ടേ? നിങ്ങൾ പഠിച്ച ഫീച്ചേഴ്സ് അതേപോലെ എഴുതിയ മാർക്ക് കിട്ടുമോ? ഇങ്ങനെയാണ് UPSC എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്കൂളിലെയും കോളേജിലെയും പോലെ ബൈഹാർട്ട് ചെയ്ത് അത് അതേപോലെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. മറിച്ച് നിങ്ങൾ എങ്ങനെയാ അപ്പൊ പഠിക്കേണ്ടത്? കോൺസെപ്ച്വൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഈ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി നിങ്ങൾക്ക് കോൺസെപ്ച്വലി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റില്ലേ? അല്ലേ? അതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഇന്നും ബാധകമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? അപ്പൊ ആ ചിന്തയും നിങ്ങൾക്ക് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് ഇത്രയും കാലം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മിനിമം ഒരു 22, 23 ഏജ് ആയിട്ടുണ്ടാവും അല്ലെ? ഏതാണ്ട് 4ാം ക്ലാസ് തൊട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എവിടുന്നെങ്കിലും നിങ്ങൾ സ്കൂൾ ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ നിങ്ങൾ എഴുതി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെറുപ്പത്തിൽ നമ്മളെ ലെറ്റേഴ്സ് ഒക്കെ റെഡിയാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് പഠിക്കാനല്ലേ പറയുന്നുള്ളൂ, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എഴുതി പ്രാക്ടീസും ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വന്ന അന്ന് മുതലേ കേൾക്കുന്നുണ്ടാവും, എഴുതണം എഴുതണം, എഴുതി പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ എന്തായിരിക്കും ആ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് UPSCയിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നും നിങ്ങൾ എഴുതിയാലേ നിങ്ങൾക്ക് റെഡി ആവുള്ളൂ, മെയിൻസ് ജയിക്കണമെങ്കിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നു, അതിന്റെ അപ്പുറം നമ്മളടുത്ത് ചോദിക്കരുതെന്നാണോ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളെല്ലാരും തന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ നിങ്ങൾ ഓക്കോടാക്കുമോ? എന്തുകൊണ്ടായിരിക്കും? ഇത് നിങ്ങൾ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട്, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നുമല്ല. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാവല്ലോ. എന്തുകൊണ്ടായിരിക്കും? എഴുതി കുറച്ച് ശീലം വേണം. എന്തിനാ എഴുതിയിട്ട് നമുക്ക് ശീലം? ആ ടൈമിൽ എഴുതി തീർക്കാനാണോ? ഓക്കെ, അതല്ലാതെ എഴുതി പഠിച്ചാൽ മനസ്സിലാവും. ആ, എഴുതി പ്രാക്ടീസ് ചെയ്താല് ഇപ്പൊ ഇവിടെ വലിച്ചു വാരി എഴുതണോ? വേണ്ട. അങ്ങനെ ഓ UPSCയിലെ തൂക്കി നോക്കി മാർക്ക് ഇടുന്നോണ്ടാണോ? ആ, ഓക്കെ. ആ, പിന്നെ എഴുതുന്ന സ്ട്രക്ചർ പ്രധാനമായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പലപ്പോഴും എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അതിന്റെ അർത്ഥം ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാന്നല്ല. ആ ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ പോകുന്ന കണ്ടന്റ് എല്ലാത്തിനും ഒരേപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ എഴുതാൻ പോകുന്ന കണ്ടന്റിനെ ട്വീക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് എക്സാമിനേഷൻ ഹാളിൽ നടക്കാൻ പോകുന്ന പ്രോസസ്സ്. അത് GS ആയിക്കോട്ടെ, ഓപ്ഷണൽ ആയിക്കോട്ടെ, മെയിൻസ് എക്സാം എൻറ്റയർലി അങ്ങനെയാണ്. നിങ്ങൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത പോലെ എഴുതാനോ അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഊഹിച്ചതിനോ നമ്മളുണ്ടാവില്ല, നമ്മൾ കുറെ ഗസ് ഒക്കെ ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കും, പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ നമ്പേഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്പൊ ഇരുന്ന് ആൻസർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശീലിക്കണ്ടേ? നൗ ഈ ആൻസർ ഒന്നും നിങ്ങൾ ഇതുവരെ പഠിക്കാത്തതോ വായിക്കാത്തതോ കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ പഠിച്ചതോ വായിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ അതിനെ ട്വീക്ക് ചെയ്യേണ്ടി വരും. അത് എക്സാം ഹാളിലേ നടക്കുകയുള്ളൂ. ഇത് നമ്മൾക്ക് പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഫുൾ സ്റ്റക്ക് ആവും. നിങ്ങൾക്ക് എന്താ എഴുതേണ്ടത്, എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാവാതെ ആവും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം തന്നെ പറയാം. ഓക്കെ, ഞാൻ 5 പ്രാവശ്യം ഈ സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ടുണ്ട്. 5 തവണയും മെയിൻസ് എഴുതിയിട്ടുണ്ട്. 1 തവണ ഇന്റർവ്യൂ പോയി. ഞാൻ ഫസ്റ്റത്തെ മെയിൻസിന് പോകുമ്പോൾ, ഇത് 2013-14 ആ സമയത്താണ്. ഞാൻ ഫസ്റ്റത്തെ മെയിൻസ് എഴുതുന്ന സമയത്ത് ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് പോലും എഴുതിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മെയിൻസ് ആണ്. ഓക്കെ, അതിന്റെ ഒരു കാരണം അന്ന് ട്രിവാൻഡ്രത്ത് ഇതേപോലെ മോക്ക് ടെസ്റ്റ് മെയിൻസ് ടെസ്റ്റ് സീരീസ് എന്നുള്ള പരിപാടിയൊന്നുമില്ല. 2013 മെയിൻസിന്റെ സിലബസ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതെന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങ് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരെ മെയിൻസിലേക്ക് പോകുന്നു. കുറച്ചൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രിലിംസ് ഒക്കെ പാസ്സായി മെയിൻസ് എഴുതുമ്പോൾ പഠിക്കുമല്ലോ. ഞാൻ എന്തൊക്കെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്.
പക്ഷെ ഞാൻ മെയിൻസ് എഴുതാൻ നോക്കുമ്പോൾ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, ഫുൾ സ്റ്റക്ക് ആവുകയാണ്. ഞാൻ കുറെ സമയം ഇരുന്ന് ആലോചിക്കുന്നു, പിന്നെ ഒന്നും കിട്ടാതിരിക്കുന്നു, അപ്പൊ ടൈം പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്റെ മനസ്സിൽ വരുന്നത് അതിന് റിലേറ്റഡ് ആണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഞാൻ പൊട്ടി. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ നിന്ന് പാഠം പഠിക്കണ്ടേ, ഞാൻ പഠിച്ചില്ല. ഓക്കെ, ഞാൻ രണ്ടാമത്തെ മെയിൻസിന് ഇതേപോലെ പോയി. ഇപ്പൊ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ, ഞാൻ പഠിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് എനിക്ക് ആ പോയിന്റിൽ അത് റിക്കലക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്റെ മുമ്പിൽ അങ്ങനെ ഒരു വേറെ എക്സാമ്പിളോ അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം ഇവിടെ ഒന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അന്ന് അത്രയധികം എക്സ്പോഷർ ഇല്ല ഈ മെയിൻസ് എക്സാം ഓർ റൈറ്റിങ്ങിനെ കുറിച്ച്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഞാൻ പഠിച്ചത് ശരിയായില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതും, പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്ത് ചെയ്തു, നന്നായി ഇരുന്ന് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പൊട്ടിയപ്പോ നമുക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ, ഇപ്രാവശ്യം പൊട്ടി അടുത്ത പ്രാവശ്യം എന്തായാലും പിടിക്കണം. അങ്ങനെ ഇരുന്ന് കുറെ പഠിച്ചു, സോഷ്യോളജി ആണെങ്കിലും പഠിച്ചു, GS പഠിച്ചു. ഞാൻ രണ്ടാമത്തെ മെയിൻസിന് ഫുൾ സെറ്റായിട്ട് പോയി, കണ്ടന്റ് ഒക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. മെയിൻസിന് ആൻസർ റൈറ്റിംഗും ചെയ്തില്ല. ഞാൻ വീണ്ടും പോയി എക്സാമിനേഷൻ ഹോളിലെത്തി എഴുതാൻ നോക്കുമ്പോൾ വീണ്ടും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. 2014 മെയിൻസും 15 മെയിൻസും കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കണ്ടന്റ് ഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് എന്തിനെ കുറിച്ച് ചോദിച്ചാൽ അത്യാവശ്യമൊക്കെ പറയാനും എല്ലാം പറ്റും, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ മെയിൻസ് കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഞാൻ വീണ്ടും പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ ഉള്ളിൽ ഉണ്ടാവില്ല, അഥവാ ജയിച്ചാലോ, എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അഥവാ ജയിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. റിസൾട്ട് വന്നു, സ്വാഭാവികമായിട്ട് ഞാൻ വീണ്ടും പൊട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ പ്രശ്നം എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതല്ല, മറിച്ച് എന്താണ്, എനിക്ക് എഴുതാൻ പറ്റാത്തതാണ് പ്രശ്നം. അന്നാണ് ഞാൻ ഈ എഴുത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയതും. പിന്നെ ഞാൻ കുറച്ച് ഡൽഹിയിലേക്ക് പോകുന്നു, അവിടെ കുറച്ച് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, പ്രിലിംസിന് പഠിക്കുന്നു, അങ്ങനെ വീണ്ടും പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു, വീണ്ടും ഡൽഹി പോകുന്നു. അങ്ങനെ കുറച്ച് ഷട്ടിലിംഗ് നടത്തി ആ അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസ് പാസ്സായി, ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഓക്കെ, അപ്പം ഈ കഥ പറഞ്ഞതിന്റെ ആകെ ഉള്ള ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ എഴുതുക എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും നമ്മൾ തുടക്കം തൊട്ടിട്ട് ഏത് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അത് എഴുതുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും മെയിൻസിന് എഴുതി തുടങ്ങിയോ? GS സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പഠിച്ചിട്ടൊക്കെ പോയി എഴുതാൻ പറ്റുന്നുണ്ടോ? പഠിച്ചില്ല, അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. അല്ല, അങ്ങനല്ലേ പറഞ്ഞത്? ആ, ഓ, ഓക്കെ, മനസ്സിലായി. ഇനിയിപ്പം ഓക്കെ, അപ്പം ഞാൻ പറയുന്ന ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിത് സ്കൂളിലും കോളേജും അല്ല, ആ സ്റ്റേജ് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് തറോ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, അത് നിങ്ങൾ എഴുതി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒറ്റയടിക്കൊന്നും നിങ്ങൾ പഠിച്ച സാധനം പേപ്പറിൽ വരാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ അത് പേപ്പറിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തേ ഉള്ളൂ വരുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, നിങ്ങൾ നന്നായി ക്ലാരിറ്റി ഉണ്ടാക്കണം, നന്നായി എന്ത് ചെയ്യണം, എഴുതുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കുറെ കാലമൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എന്ത് നടത്തും, ടെസ്റ്റ് നടത്തും. നിങ്ങൾ ഓരോ ആൾക്കാരും ഈ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പഠിക്കുക, ടെസ്റ്റ് എഴുതുക. ഫസ്റ്റ് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മടുക്കും, അയ്യോ ഒന്നും എഴുതാൻ പറ്റുന്നില്ല, വിഷമാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കിന് വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ വിഷമിപ്പിക്കും, ഇങ്ങനെ ഒന്നും എഴുതിയാൽ പോരാ, ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടില്ല, നമ്മൾ ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ എന്താണ് പ്രശ്നം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു 2-3 months കൊണ്ട് നിങ്ങളുടെ റൈറ്റിംഗ് എന്താവും, അടിപൊളിയാവും. അപ്പൊ ഞാൻ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ പഠിച്ചു നേരെ വന്ന് എഴുതുന്നു നിങ്ങൾക്ക് ഭീകര മാർക്ക് കിട്ടും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ മാറ്റുക. അത് GS ആയിക്കോട്ടെ, ഓപ്ഷണൽ ആയിക്കോട്ടെ, ഒരിക്കലും അത് സംഭവിക്കില്ല. ഇനി അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഞാൻ കണ്ടിടത്തോളം ഇതുവരെ അങ്ങനെ ഒരാൾ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ബുദ്ധിമുട്ടി എഴുതിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഒന്ന്, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കോൺസെപ്ച്വൽ ക്ലാരിറ്റി. രണ്ടാമത്, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഇത് എഴുതാനുള്ളതാണ്, അപ്പൊ ഇത് ഞാൻ എങ്ങനെ എഴുതും, അപ്പൊ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എനിക്കിത് എഴുതാൻ പറ്റുള്ളൂ. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. സെറ്റാണോ? ഐഡിയ മനസ്സിലായോ? ഇനി നമ്മളെ സോഷ്യോളജിയിലെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സിലബസിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരിക്കും ആദ്യം ഡീൽ ചെയ്യുന്നത്. ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും നമ്മൾ അതിനെ പല ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെ കാണുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പെർസ്പെക്റ്റീവ് എന്താണ്, ഇതിലൂടെ എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണാൻ പറ്റുക, അതിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ ടോപ്പിക്കും പഠിച്ച് മുന്നോട്ടേക്ക് പോകും. ഇത് പഠിപ്പിക്കുമ്പം നിങ്ങൾ ഇതിന്ന് കേൾക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇതിനെക്കുറിച്ച് ആരെന്ത് ചോദിച്ചാലും ഒരു കോൺസെപ്ച്വൽ ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, ഇതങ്ങനെ ഒരു വൺ വേ ഇന്ററാക്ഷൻ ആക്കേണ്ട ഒരു ക്ലാസ് അല്ല. എസ്പെഷ്യലി സോഷ്യോളജി പഠിപ്പിക്കുമ്പം ഇത് എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ കോൺസെപ്ച്വലായി അതിനെ സർട്ടൻ ടേംസ് ഒക്കെ ഇട്ട് നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഇത്രയും കാലം ജനറലായി മനസ്സിലാക്കിയ കാര്യങ്ങളെ നമ്മൾ ഇനി കുറച്ചും കൂടി ടെക്നിക്കലായി കുറേയും കൂടി കോൺസെപ്ച്വൽ ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിനെ പഠിക്കാൻ പോകുന്നു. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫാമിലി. ഓക്കെ, സിസ്റ്റം ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഓൺ ബോർഡിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടെലഗ്രാമിലെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഇല്ലേ? ഓക്കെ, അതിനകത്ത് ഞാൻ ഒരു PPTയും ഒരു മെറ്റീരിയൽ ഒരു ഈ ചാപ്റ്ററിന്റെ നോട്ട്സും നിങ്ങൾക്ക് അതിനകത്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ പോയി റെഫർ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആ നോട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിലും ഞാൻ ഫ്രം സ്ക്രാച്ച് തന്നെ എന്ത് ചെയ്യുള്ളൂ? പഠിപ്പിക്കുള്ളൂ. വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന പാകത്തിലാണ് നമ്മളെ ക്ലാസ്സസ് പോവാം. അപ്പൊ ഓൾറെഡി കുറച്ച് സോഷ്യോളജി അറിയുന്നവർക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്ന രീതിയിൽ എന്ത് ചെയ്യാം? പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ എല്ലാ ക്ലാസ്സിലും ഞാൻ തുടങ്ങുന്ന ചോദ്യം എന്താണ്? ഫാമിലി, ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ജനറിക് ആയിട്ട് ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? എന്താണ് ഫാമിലി? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മൾ ഫാമിലി ആണോ? അല്ല, അത് തീരുമാനമായില്ലേ? എന്താണ് ഫാമിലി? എന്താ തമാശയായിട്ട് പറയുന്നത് കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, എന്താണ് ഫാമിലി? നിങ്ങളെല്ലാവരും ഫാമിലിന്റെ ഭാഗമല്ലേ? അല്ലേ? എന്താണ് ഫാമിലി എന്ന് പറയുമ്പോ എന്താ? ഒരാളുടെ ബേസിക് ആയിട്ടുള്ള മാനറിസംസ് മേക്കപ്പ് ചെയ്തെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ് ആണ്. അതല്ലാതെ വേറെന്തെങ്കിലും? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോംഡ് ഔട്ട് ഓഫ്. ഇപ്പൊ എന്റെ ഭാര്യ എന്റെ ഫാമിലി അല്ലേ? ആണല്ലോ. അപ്പൊ അങ്ങനെയല്ലല്ലോ. മനസ്സിലായോ? നമ്മൾ മനസ്സിലാവുന്ന വിചാരിക്കുന്ന, നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അതിനെ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ട വരും? അല്ലെ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ എന്താണ് ഫാമിലി എന്ന് പറയുമ്പോൾ? ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ്, അല്ലെ, വിച്ച് കൺസിസ്റ്റ് ഓഫ് people who are either related by blood or through marriage. അല്ലേ? Group of people who are related either through blood or by marriage. ഈ ബ്ലഡ് എന്ന് പറയുമ്പം that can be own or adopted എന്നുള്ള ആംഗിൾ വരാം. ഓക്കെ, ബൈ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചോരയിൽ ഉണ്ടായ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ അഡോപ്റ്റ് ചെയ്ത കുട്ടികളും അതിനകത്ത് വരാം. ഇതല്ലേ ശരിക്കും നമുക്ക് ഏറ്റവും ബ്രോഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫാമിലിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വരുമ്പം എന്ത് വരും? ബൈ മാരേജ് വരുന്ന ആൾക്കാരൊക്കെ ഫാമിലിയുടെ മെമ്പേഴ്സ് ആവില്ലേ? ബൈ ബ്ലഡ് വരുന്ന ആൾക്കാർ ഫാമിലിയിലെ പാർട്ടായില്ലേ? ഇനി അഡോപ്ഷനിൽ വരുന്നവരെയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു യൂണിവേഴ്സൽ എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് ഈസ് ഫാമിലി. ക്ലിയർ ആണോ? ഇനി എന്താണ്
ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള റോൾ? ഈ സമൂഹത്തിൽ ഫാമിലി എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന് നേരത്തെ പറഞ്ഞ റോളാണ്. എന്താണ് ആ റോള്? അതെ, ഇതിന് മാനറിസംസ് ആൻഡ് ബിഹേവിയർ എന്നുള്ളതിനേക്കാളും ഒരു സമൂഹത്തില് ഫാമിലി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്താണെന്നറിയോ? സോഷ്യലൈസേഷൻ എന്ന് പറയും. എന്താണ് ഈ സോഷ്യലൈസേഷൻ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ സമൂഹത്തില് നമ്മൾക്ക് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ സമൂഹമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നത്? അല്ലെ, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ സമൂഹത്തായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഈ സമൂഹത്തിലുള്ള സിസ്റ്റംസുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറ്റാനുള്ള കാരണം? ആ സിസ്റ്റമായിട്ട് ഫെമിലിയർ ആവുന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് നമ്മൾ ആ സിസ്റ്റമായിട്ട് ഫെമിലിയർ ആയത്? എല്ലാ സമൂഹത്തെ, ഏതൊരു സൊസൈറ്റിനെ നമ്മൾ എടുത്താലും ആ സൊസൈറ്റിയിൽ കുറെ അധികം റൂൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെ? നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി. ഈ നോംസും വാല്യൂസിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഈ സൊസൈറ്റിയിൽ കുറെ റൂൾസ്, റെഗുലേഷൻസ്? എന്തിനാണ് സൊസൈറ്റിയിൽ റൂൾസും റെഗുലേഷൻസും? ഓർഡർ കീപ്പ് ചെയ്യാൻ, അല്ലെ? നമ്മൾ ഒരു കൂട്ടമായി താമസിക്കുന്ന സമയത്ത് എന്തിനുള്ള സാധ്യതകളുണ്ട്? നമ്മളൊരു കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടമായി താമസിക്കാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്നല്ല, ഒരു ഗ്രൂപ്പായി നിൽക്കുന്ന സമയത്ത്, അല്ലെ, അവിടെ എന്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്? കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത കൂടുതലല്ലേ? പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വരാം, അല്ലെ? ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം നിലനിൽക്കുമോ? ഇല്ല, സൊസൈറ്റി കണ്ടിന്യൂ ചെയ്തു പോവില്ല. സൊസൈറ്റി എന്താവും? ഡീഗ്രേഡഡ് ആയി പോവും, അല്ലെ? സൊസൈറ്റിയിൽ കുറെ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ആ സൊസൈറ്റി മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം ആ സൊസൈറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സൊസൈറ്റിയിൽ അങ്ങനെയാണെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഈ സൊസൈറ്റിയിൽ അടങ്ങുന്ന എല്ലാവരും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ ആ സൊസൈറ്റിക്ക് സ്റ്റേബിളായി, സ്മൂത്ത് ആയി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിയിൽ പീസ്ഫുൾ എക്സിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻഷോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എല്ലാ സൊസൈറ്റിയിലും ആ സൊസൈറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടൻ നോംസും വാല്യൂസും വരുന്നത്. സോ ദാറ്റ് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഔട്ട് ഓഫ് ദം, ഹൗ ടു ബിഹേവ്, അല്ലെ? വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നു. നമ്മൾ അതനുസരിച്ച് സൊസൈറ്റിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മൊത്തം സൊസൈറ്റിയിൽ എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കുറെ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒരു ഹണ്ടിങ് ഗാദറിംഗ് ബാൻഡായി ഒന്ന് സെറ്റിലൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അന്ന് ഇന്നത്തെ പോലെ പോലീസും കോടതിയൊക്കെ ഉണ്ടോ? ഇല്ല. ഇന്ന് കുറെ ഭാഗമൊക്കെ നമ്മൾ സൊസൈറ്റിനെ പേടിച്ചിട്ടില്ലെങ്കിലും പോലീസിനെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അതില്ലാത്ത സമയത്ത് എനിക്ക് ഒരാൾക്ക് ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം? അയാളെ കൊല്ലാം, അല്ലേ? ഇന്നിപ്പോ നമ്മളെ കൊല്ലാത്തത് എന്തുകൊണ്ടാണ്? കുറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാനുണ്ട്, കുറെ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. അന്നിപ്പോ അങ്ങനത്തെ ചിന്തയില്ലല്ലോ, അല്ലേ? ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നാൽ എനിക്ക് തിരിച്ച് സംഭവിക്കാൻ പോകുന്നത് അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്നെ കൊല്ലാം, അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വീണ്ടും അവരെ കൊല്ലാം, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊന്നു കളിക്കാം, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സമൂഹത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫുൾ കോൺഫ്ലിക്റ്റ് അല്ലേ, പ്രശ്നമല്ലേ? അപ്പൊ സമൂഹം എന്ത് തീരുമാനിച്ചു? നമ്മൾ എന്തായാലും ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് താമസിക്കാൻ പോവാണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കാം. ഈ റൂൾസും റെഗുലേഷൻസും സൊസൈറ്റിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? പാലിക്കണം. അങ്ങനെ എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും എന്ത് ചെയ്യാം? ജീവിക്കാം. അതുകൊണ്ട് ഈ നോംസ് ആൻഡ് വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ഒരു സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം? ഈ നോംസ് ആൻഡ് വാല്യൂസ് ഈ സൊസൈറ്റിയിലേക്ക് പുതിയതായിട്ടുള്ള മെമ്പേഴ്സ് വരുമല്ലോ, അവർക്ക് പകർന്നു കൊടുക്കണ്ടേ, അല്ലേ? ഇത് പകർന്നു കൊടുക്കുന്നത് ആരാണ്? ഫാമിലി അല്ലേ, അല്ലേ? ഇന്നത്തെ കാലത്തും അത് അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ജനിച്ചു വീണതിന് ശേഷം നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമ്പം പല സ്റ്റേജസിലായി ഫാമിലി നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു, അല്ലെ? നമ്മളിപ്പോ മുതിർന്ന ആരെങ്കിലും എടാ പോടാന്ന് വിളിച്ചതിന് അപ്പം തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് എന്ത് പറയും? അങ്ങനെ വിളിക്കാൻ പാടില്ല, അല്ലെ? ചിലപ്പോൾ നമുക്ക് അടി കിട്ടാം, ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യാം? വഴക്ക് പറയാം, അല്ലെ? നമ്മൾ ആരെങ്കിലും ചീത്ത വിളിച്ചു, നമ്മൾ എവിടെന്നെങ്കിലും ഒരു ചീത്ത വാക്ക് കേട്ടു, അത് ഏതെങ്കിലും വീട്ടിൽ വന്ന ആൾക്കാരെ വിളിച്ചു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? തല്ല് കിട്ടാം,
അല്ലെങ്കിൽ വീണ്ടും വഴക്ക് കേൾക്കാം. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ഞാൻ ഈ വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ചെറുപ്പത്തിൽ തല്ലുകൂടില്ലേ? അപ്പൊ ഫാമിലി എന്ത് ചെയ്യുന്നു? പറഞ്ഞു തരികയല്ലേ ഇങ്ങനെ തല്ലുകൂടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇരുത്തി ബോർഡിൽ വരച്ച് പഠിപ്പിക്കുന്നതല്ല, മറിച്ച് നമ്മളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ഈ സൊസൈറ്റിക്ക് വേണ്ടുന്ന രീതിയിലുള്ള നോംസ് ആൻഡ് വാല്യൂസ് ഫാമിലി നമ്മൾക്ക് എന്ത് ചെയ്യാണ്? പകർന്നു തരികയാണ്. ഈ ഒരു ഫംഗ്ഷൻ ഓഫ് ഫാമിലി വേർ ദേ ട്രാൻസ്ഫർ ദ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി ടു ദ നെക്സ്റ്റ് ജനറേഷൻ ഇസ് റെഫേർഡ് ടു ആസ് ദ സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി. അതിന് മനസ്സിലായോ? ക്ലിയർ ആണോ? നമ്മളിപ്പം ക്ലാസ് തുടങ്ങുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും സോഷ്യോളജിയിൽ പുതിയതായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയടിക്ക് ഫാമിലി എന്താണ്, അതെന്താണ്, ഇതെന്താണെന്ന് പറഞ്ഞു പോകുന്നതിന് പകരം നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഓവറോൾ വ്യൂ ആദ്യം എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അതുകൊണ്ട് പോർഷൻസ് ഇപ്പം നിങ്ങൾക്ക് മെല്ലെ മൂവ് ചെയ്യുള്ളൂ. പക്ഷെ വൺസ് നിങ്ങൾക്ക് എല്ലാത്തിന്റെ ഒരു ഐഡിയ കിട്ടിയാൽ നമ്മളെ പോർഷൻസ് എന്ത് ചെയ്യും? ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റിയും റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഫുൾ പിക്ചർ നമ്മൾ പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് കിട്ടില്ല. ക്ലിയർ ആണോ? ഓക്കെ, സോഷ്യലൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നീ ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ? ഇല്ല. ഇനി ഇത് കൂടാതെ അടുത്ത ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്താണ്? എന്തിനായി ഫാമിലി? ഞാനും നിങ്ങളങ്ങ് നോക്കിയിരിക്കും. ഏതാ അടുത്ത ജനറേഷൻ ഉണ്ടാവുക? അതെ, റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെ? നമ്മൾ ഈ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ സമൂഹത്തിന് അടുത്തെന്ത് വേണം? സമൂഹത്തിലെ മെമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കണ്ടേ? എന്നാലല്ലേ സമൂഹം വളരുള്ളൂ, എന്നാലല്ലേ സമൂഹം മുന്നോട്ടേക്ക് പോവുള്ളൂ അല്ലെ? ഈ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫാമിലിനെ കൊണ്ട് മാത്രമേ നമുക്ക് നടക്കുള്ളൂ. കല്യാണം കഴിച്ചാലേ കുട്ടികൾ ഉണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ, അതല്ലാതെയും കുട്ടികളാവാം. പക്ഷെ അപ്പൊ എന്തിനാണ് ഈ ഫാമിലി? എന്തിനാണ്? സോഷ്യൽ സാങ്ഷൻ. എന്താണ് സോഷ്യൽ സാങ്ഷൻ ഉദ്ദേശിച്ചത്? എന്തിനാ സൊസൈറ്റിയുടെ പെർമിഷൻ? നോംസ് ആൻഡ് വാല്യൂസ്. ഓക്കെ, നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ പെർമിഷൻ ചോദിച്ചിട്ടാണോ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അല്ലല്ലോ. ഇൻവിസിബിൾ ആയിട്ടുള്ള ഓക്കെ, ഇൻവിസിബിൾ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ സൊസൈറ്റി. അതെന്തിനാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? സ്റ്റെബിലിറ്റി. ഓക്കെ, എങ്ങനെയാണ് ഇൻവിസിബിൾ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ സൊസൈറ്റി റിഗാർഡിംഗ് റീപ്രൊഡക്ഷൻ, എങ്ങനെയാണ് സൊസൈറ്റിയിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്? റിലീജിയസ് ബിലീഫ്സ്. ഓക്കെ, പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, അതിന്റെ ചെറിയൊരു കണക്ഷൻ മിസ്സിംഗ് എന്നേ ഉള്ളൂ. അവിടെ എന്തോ പറഞ്ഞു? പ്രോപ്പർട്ടി എന്തെങ്കിലും കൈമാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും ഫംഗ്ഷനാണ്. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തിനാണ് ഫാമിലി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. ഈ സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും എന്തിനാ നോക്കുന്നത്? ഓർഡർ അല്ലെ? സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ. ഇതാണ് സമൂഹത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ശരിക്കും ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനുള്ളതല്ലേ? നമ്മളെല്ലാവരും ഒരേ പാത്തിലൂടെ നടക്കണം എന്നല്ലേ സൊസൈറ്റി ആഗ്രഹിക്കുന്നത്? നമ്മൾ ജനിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോകണം അല്ലെ? നമ്മൾ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ സമൂഹവും നമ്മളെ വീട്ടുകാരും വിടുവോ? ഇല്ല, സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി 12th കഴിയുന്നു. 12th കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി പഠിക്കാൻ പോകണം. ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിക്ക് PGക്ക് പോകണം, അല്ലെങ്കിൽ ജോലി നോക്കാൻ പോകണം. നമ്മൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സൊസൈറ്റി പിന്നെ എന്താ ചോദിക്കുക? കുട്ടികളില്ലേന്ന് ചോദിക്കും. നമ്മൾ പിന്നെ കുട്ടികളാവുന്നു, പിന്നെ വീട് കെട്ടുന്നു അല്ലെ? എല്ലാരും ഈ പാത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകല്ലേ സൊസൈറ്റി അല്ലെ? എന്തിനാ അങ്ങനെ കൊണ്ടുപോകുന്നത്? അതും ശരിക്കും സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡറിനല്ലേ? എല്ലാരും ഒരേപോലെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് എന്ത് പറ്റും? ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പം കമ്മിങ് ബാക്ക് ടു റീപ്രൊഡക്ഷൻ ആൻഡ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, എപ്പോഴും സൊസൈറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓർഡർ കൊണ്ടുവരാനാണ്. അത് അറിഞ്ഞുകൊണ്ട് ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു 4-5 ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നതല്ലല്ലോ, ആസ് എ ഹോൾ ഒരു കലക്ടിവിറ്റിയിൽ വരുന്നതാണ് അല്ലെ? നിങ്ങൾ ആലോചിക്കുക, ഈ കല്യാണം ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇല്ല. ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് എങ്ങനെയാണ് ഓർഡറിനെ ബാധിക്കുന്നത്?
ഇപ്പൊ കല്യാണവും ഇല്ല, ഫാമിലിയും ഇല്ല. ഓക്കെ, പക്ഷെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനെ കൊണ്ട് സൊസൈറ്റിയുടെ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി എങ്ങനെ എഫക്റ്റഡ് ആവുന്നു? ഇത് നിങ്ങളെ സ്ഥായിയായ ഭാവമാണ്. ഒന്ന് ചോദിച്ചാലും എന്താ എന്താ സംഭവിക്കുക? എങ്ങനെയാ കോർ വാല്യൂസ് നഷ്ടപ്പെടുന്നത്? സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചത്. അതായത് സൊസൈറ്റിയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഫാമിലി ഇല്ല, മാരേജ് ഇല്ല. എങ്ങനെ സൊസൈറ്റിയുടെ ഓർഡർ നഷ്ടപ്പെടും? ഇന്നിക്വാളിറ്റി. ചില ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് സെക്സിന് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവാം. ഓക്കെ, പോസിബിലിറ്റി ആണ്. ഓക്കെ, അതല്ലാതെ ഇതാണ് സാധനം. അതായത് സൊസൈറ്റിക്ക് സ്റ്റെബിലിറ്റി ഓർഡറും വേണ്ടേ? ഈ ഉണ്ടാവുന്ന കുട്ടികളുടെ അച്ഛൻ ആരാന്നൊരു സംഭവം വേണ്ടേ? സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഒരു സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് വേണം? നമുക്ക് സ്റ്റെബിലിറ്റി വേണം. ഒരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടിയുടെ ഓണർ ആരാന്ന് നമുക്ക് പറയാൻ പറ്റണം, അല്ലേ? ഓപ്പൺ സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക, ഓപ്പൺ റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയായിരുന്നു ശരിക്കും നമ്മളെ ഹ്യൂമൻ സൊസൈറ്റി ഒരു പോയിന്റിൽ അങ്ങനെയായിരുന്നു. പ്രൊമിസ്കസ് ആണെന്നാണ് നമ്മൾ പറയാ. പ്രൊമിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ പോലെ ഇന്നിപ്പോ എങ്ങനെയാ, കല്യാണം കഴിച്ച് മാത്രമേ സെക്ഷൽ റിലേഷൻഷിപ്പ് പാടുള്ളൂ എന്നാണ് സൊസൈറ്റി പറയുന്നത്, അല്ലെ? ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ എക്സ്ക്ലൂസിവിറ്റി അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമേ സെക്ഷൽ റിലേഷൻഷിപ്പ് പാടുള്ളൂ, റൈറ്റ്? അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണ്. നമുക്ക് ആരുമായിട്ടും സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം. ഈ ഒരു സാഹചര്യം വരുമ്പം അവിടെ ഉണ്ടാവുന്ന കുട്ടികളുടെ അച്ഛൻ ആരാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിനെ ചൊല്ലി തർക്കം ഉണ്ടാവില്ലേ? അല്ലെ? ഇത് എന്റെ കുട്ടിയാണ്, അല്ല ഇത് എന്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? തർക്കം ഉണ്ടാവാം. അതേപോലെ സ്വത്തുക്കളുടെ കാര്യം നേരത്തെ പറഞ്ഞു. നമ്മളുടെ സ്വത്ത് അടുത്ത ജനറേഷന് കൈമാറണ്ടേ? അപ്പൊ ഇതെങ്ങനെ കൈമാറും? അല്ലേ? ഇനി ഈ പറഞ്ഞ സെക്ഷൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഈ പറഞ്ഞതുപോലെ സെക്ഷൽ അട്രാക്റ്റീവ്നെസ്സിലുള്ള വ്യത്യാസം കാരണം അവിടെ എന്ത് പ്രശ്നം വരാം? കോൺഫ്ലിക്റ്റ് വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പം അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഓർഡറും സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടുകയാണ്. അപ്പൊ സൊസൈറ്റി എന്ത് കണ്ടുപിടിച്ചു? നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? മാരേജും ഫാമിലിയും. മാരേജിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൊസൈറ്റി, നിങ്ങൾ കല്യാണം കഴിക്കുന്നു, അതുവഴി നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം, അതും എക്സ്ക്ലൂസീവ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു? സൊസൈറ്റിയിൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി വരുന്നു, അല്ലെ? ലീനിയേജ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ നിങ്ങളുടെ ഒരു 4-5 ജനറേഷൻസിന്റെ ലീനിയേജ് ട്രേസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുവഴി മൊത്തത്തിൽ ഓർഡർ വന്നില്ലേ? ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ സൊസൈറ്റി ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ഇമ്പോർട്ടന്റ് റോൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത് സോഷ്യലൈസേഷൻ, റീപ്രൊഡക്ഷൻ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു ഫംഗ്ഷൻ ആണ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ, റൈറ്റ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബയോളജിക്കൽ നീഡാണ് ടു ഹാവ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. അതും നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഫാമിലി ആൻഡ് മാരേജ്. അവിടെയും എന്ത് കൊണ്ടുവരികയാണ്? സ്റ്റെബിലിറ്റി കൊണ്ടുവരികയാണ്. അതിന് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇതല്ലാതെ വേറെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? ഇത്രേ ഉള്ളോ? ഇനിയില്ലേ? ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഫാമിലിക്ക് മാറാം. ഓക്കെ, എങ്ങനെയാണ് ഫാമിലി ഒരു സപ്പോർട്ട് സിസ്റ്റമായി മാറുന്നത്? ഏതർത്ഥത്തിലാണ്? ഫിനാൻഷ്യലി, മോറലി, ഇമോഷണലി, അല്ലേ? അപ്പം നമുക്ക് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ വേറെയും പല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു, ലൈക്ക് ദാറ്റ് ഓഫ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. എന്താണ് ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്? നമ്മൾ ചില സമയത്ത് നമ്മളെ ലൈഫിലെ പല പെർസ്യൂട്ട്സിലും എന്ത് ചെയ്യാം? വിഷമങ്ങൾ അനുഭവിക്കാം. ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പം നമ്മൾ അവിടെ പിടിച്ചു നിർത്തുന്നതും നമ്മളെ കുറച്ചും കൂടി സമാധാനിപ്പിച്ചിരുത്തുന്നതും ഒക്കെ ആരാണ്? നമ്മളുടെ ഫാമിലിയാണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ അല്ലേ? അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് എക്കണോമിക് ഫംഗ്ഷൻ, വേർ ഫാമിലി പ്രൊവൈഡ്സ് റിസോഴ്സസ് എസ്പെഷ്യലി ടു ദ യങ്ങർ മെമ്പേഴ്സ്. പിന്നെ ഹെൽത്ത് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ ഫാമിലി? എന്താണ് ഫാമിലിയുടെ ഹെൽത്ത് ഫംഗ്ഷൻ? കെയർ, അല്ലേ? ചെറിയ കുട്ടികളെ നോക്കുക, അതേപോലെ മുതിർന്ന പ്രായമായുള്ളവരെ നോക്കുക. ഇതും എന്തിന്റെ ഫംഗ്ഷനാണ്? ഫാമിലിയുടെ ഫംഗ്ഷനാണ്. ക്ലിയർ? ഐഡിയ മനസ്സിലായോ? അപ്പം ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഒരുപാടധികം റോള് പ്ലേ ചെയ്യുന്ന
ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നൗ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഫാമിലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ആ പൈസ വേണമെങ്കിൽ ഫാമിലി വേണം. ഓക്കെ, പൈസക്ക് വേണ്ടി മാത്രം മതിയോ? ആ, അത് കാരണമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് വേറെന്തെങ്കിലും ഉദ്ദേശം ഫാമിലിക്ക്? സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് കൂടുന്നു. ഓക്കെ, പിന്നെ ആ ഫാമിലി ഒരുപാട് എഫക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും? ഞാൻ ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ കാലത്ത് ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ റെലവെന്റ് ആണോ? ഓക്കെ, ഈ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇപ്പോഴും സൊസൈറ്റിക്ക് ആവശ്യമാണ്. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടി ഫാമിലി ഇപ്പോഴും ആവശ്യമാണ്. ഓക്കെ, എക്കണോമിക് ഫംഗ്ഷൻ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം വേണ്ട, ഇപ്പൊ ആവശ്യമില്ല എന്നാണോ പറയുന്നത്? ആ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഓക്കെ, വേറെ എന്തെങ്കിലും വ്യൂസ് പറയൂ. നിങ്ങൾ പറയുന്നൊന്നും തെറ്റില്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എല്ലാം ശരിയായിരിക്കും. എത്രത്തോളം ശരി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, തെറ്റാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. തെറ്റെന്നുള്ള പേടി കൊണ്ടാണല്ലോ നമ്മളൊന്നും പറയാത്തത്. ഇവിടെ അങ്ങനെ തെറ്റില്ല. പറഞ്ഞോ. അതെ, ആ ആ ഫാമിലി ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, എല്ലാത്തിനും ഒരു കൺട്രോൾ വേണമെങ്കിൽ ഫാമിലി വേണം. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും? ഓക്കെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മൊത്തം ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഫാമിലി ഇന്നും റെലവെന്റ് ആണെന്ന് പറയുന്നത്, ഇത് ശരിക്കും ഇന്നത്തെ സമൂഹത്തിൽ ഫാമിലി തന്നെയാണോ ചെയ്യുന്നത്? മൊത്തം ഫാമിലി തന്നെയാണോ എന്ന് ചെയ്യുന്നത്? ഇപ്പം പറഞ്ഞു വ്യക്തിത്വത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ശരിക്കും ഫാമിലിയിൽ വ്യക്തിത്വം മോശമാവുന്നില്ലേ? അല്ലേ? ഒരുപാട് കേസസ് ഓഫ് ഡിസ്ഫങ്ഷണൽ ഫാമിലീസും അതുവഴി സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതിന്റെ ഒരു പ്രൊജക്ഷൻ സൊസൈറ്റിയിൽ വരുന്നു. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ജുവനൈൽ ആയിട്ടുള്ള ഡെലിങ്ക്വൻസ് ഉണ്ടല്ലോ, അതായത് ജുവനൈൽ ക്രൈംസ് വരുമ്പോൾ അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനറലി കാണുന്ന എന്താണ്? ആ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാണാം. അപ്പൊ ഡിസ്ഫങ്ഷണലും അല്ലേ? അല്ലേ? അതേപോലെ പിന്നെന്താണ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്? പിന്നെന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? സപ്പോർട്ട് സിസ്റ്റം. ഇപ്പൊ ഫാമിലി മാത്രമാണോ സപ്പോർട്ട് സിസ്റ്റം? അല്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡർ സോഷ്യൽ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് കാര്യമായ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പൊ പറയുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും നല്ലത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണെന്നൊക്കെ പറയുന്നില്ലേ? അപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം, പണ്ട് ഒരു 1940s 50s വരെയൊക്കെ നമ്മൾ ജനറലി വിചാരിച്ചുകൊണ്ടിരുന്നത് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നും വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ലേറ്റർ ഒരു 1950s ശേഷം നമ്മൾക്ക് മനസ്സിലായി ഫാമിലിനെ കൊണ്ട് ഒരുപാടധികം നെഗറ്റീവ് കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പലരും ഫാമിലിനെ പല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കും ആ പ്രശ്നങ്ങൾ? ഏതാ? ഇന്റർകാസ്റ്റ് മാരേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാക്കുന്നുണ്ട് എന്നാണോ? ആ, ഓക്കെ, മനസ്സിലായി. അതായത് നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം ഫാമിലി നമ്മളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുകയും അതിനെതിരെ നമ്മൾ കാസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം,
റൈറ്റ്. ഇനി കാസ്റ്റിലല്ലാത്ത ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ ഓണർ കില്ലിംഗ് നടക്കുന്നത്, ഇതൊരു അഭിമാന കൊല അല്ലെ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, പറയും വിമന്റെ സ്റ്റേറ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്താണ്? ഫാമിലിയും വിമനും തമ്മിലുള്ള ആ ഒരു ആംഗിൾ. വിമൻ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന എവിടുന്നാണ്? ഫാമിലി എന്നല്ലേ. അപ്പം ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് എന്ത് പറയാൻ തുടങ്ങി? ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? അബോളിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് എന്തുണ്ടാവുള്ളൂ? എംപവർമെന്റ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് ആസ് ലോങ് ആസ് ഫാമിലി ഉള്ളിടത്തോളം കാലം സ്ത്രീകൾക്ക് എന്ത് കിട്ടില്ല? എംപവേർഡ് ആവില്ല, അവർക്ക് ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം കിട്ടില്ല. പിന്നെ അതല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ ചിലപ്പം നെഗറ്റീവ് ആയിക്കൂടെ അല്ലേ? നമ്മളുടെ സെൽഫ്, നമ്മളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഫാമിലി കുറെ അധികം ഇൻഫ്ലുവൻസ് നടത്തുന്നില്ലേ? അതുവഴി നമ്മളതായ ഓൺ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത് ഫാമിലി റെസ്ട്രിക്ട് ചെയ്യുന്നില്ലേ? ഫാമിലി എന്താ ചെയ്യുന്നത്? ഫാമിലിയുടെ താല്പര്യങ്ങൾ, ഫാമിലിയുടെ വ്യൂ പോയിന്റ്സ്, ഇതൊക്കെ നമ്മളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു? അടിച്ചേൽപ്പിക്കുന്നു. അപ്പൊ നെഗറ്റീവ് അല്ലേ? പിന്നെ അതെ, ഇൻക്രീസിങ് കേസസ് ഓഫ് ഡിവോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൈൽഡ് സോഷ്യലൈസേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറയാം. അത് ചിൽഡ്രനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യം പറയാം. പിന്നെന്താണ് ഡിസ്ഫങ്ഷൻസ്? ശ്രമിക്കും. അതെ, അതെ, പിള്ളേരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഓക്കെ. പിന്നെ അടുത്തത് റിലീജിയന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നു, സെക്യുലർ ഔട്ട്ലുക്ക് കൂടുന്നു. പക്ഷെ ഫാമിലി സ്റ്റിൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഓക്കെ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന കാര്യങ്ങളല്ല ഫാമിലി കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നതാണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? പറഞ്ഞോ. റിലീജിയന്റെ അല്ലേ പറഞ്ഞത്? ഫാമിലിയുടെ. ഓക്കെ. സെക്യുലർ ഔട്ട്ലുക്ക് കൂടുന്നത് കൊണ്ട് ഫാമിലിയുടെ ട്രഡീഷണൽ ഇമ്പോർട്ടൻസ് കുറയുന്നു. ഓക്കെ, മനസ്സിലായി. പഴയ പോലെ ആൾക്കാർ ഫാമിലിനെയും മാരേജിനെയും ഒന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? സൊസൈറ്റി സെൻട്രിക് അല്ല, ഫാമിലി സെൻട്രിക് ആയി മാറുന്നു. ഓക്കെ, മനസ്സിലായി. എല്ലാം നമ്മൾ ഫാമിലി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പിന്നെന്തേലും കഴിഞ്ഞു? ഓക്കെ. നൗ നമ്മൾ എവല്യൂഷൻ ഓഫ് ഫാമിലിയിലേക്കാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം ഫാമിലിയുടെ നന്മകൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ദോഷങ്ങൾ പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും കുറെ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങൾ വന്ന് പുതിയ ഫോംസ് ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ പുതിയ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സ് ഈ സൊസൈറ്റിയിൽ ഫോം ചെയ്യാൻ തുടങ്ങി. എന്താണ് ഈ പുതിയ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയും ട്രഡീഷണൽ ആയിട്ടുള്ള മാരേജിൽ നിന്നും മാറി പുതിയ രീതിയിലുള്ള ഫാമിലി ആൻഡ് മാരേജസ് സൊസൈറ്റിയിൽ വരികയും that was an indicator of how dysfunctional family actually is or actually was. അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. അല്ലേ? എന്തുകൊണ്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പ് വരുന്നു സമൂഹത്തിൽ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് വരാൻ കാരണം? നിങ്ങൾ ചിന്തിക്കുക, വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതിന് അങ്ങനെ ടെക്നിക്കൽ ഓർ അക്കാഡമിക് ആൻസർ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ലിവ് ഇൻ റിലേഷൻ നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് കൂടുതൽ നിങ്ങളെ ചിന്തിപ്പിക്കുകയും എന്തൊക്കെ രീതിയിലാണ് സമൂഹത്തിലുള്ള മാറ്റങ്ങൾ പലതിനെയും ബാധിക്കുന്നതെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറയാം. എന്തുകൊണ്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പ് കൂടുന്നു? റിലേഷൻഷിപ്പ് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് തന്നെ റിലേഷനിൽ എൻ്റർ ചെയ്യാനും അതേപോലെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നത്? കമ്മിറ്റ്മെന്റ് നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണോ? കൺട്രോളുകൾ കുറവായിരിക്കും. ഓക്കെ. അതായത് ഫാമിലി അങ്ങനെ കുറെ സിസ്റ്റം വരുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ആൾക്കാർ കൺട്രോൾ ഇഷ്ടപ്പെടാത്തത്?
ഹ്യൂമൻ നേച്ചർ ആണോ? പഴയ കാലത്ത് അപ്പൊ നമ്മൾ കൺട്രോളിൽ ഉണ്ടായിരുന്നല്ലോ. ആ, ഇപ്പം കുറെ ആൾക്കാർ വലുതായി ചിന്തിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെ കൗണ്ടർ ചെയ്യുന്നതല്ല, നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് അടുത്തതിനകത്തേക്ക് പോകാനാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വൈഡായി ചിന്തിക്കുന്നത്? പണ്ട് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എഡ്യൂക്കേഷൻ മാത്രമാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അന്നും എഡ്യൂക്കേഷൻ ഉണ്ട്, ഇന്നും എഡ്യൂക്കേഷൻ ഉണ്ട്. അന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ട്രഡീഷണൽ ഫോംസ് ഓഫ് ഫാമിലീസ് ഇല്ല. ആയിരിക്കാ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക്? ഓക്കെ ഓക്കെ. അപ്പം സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നത് ഇൻഡയറക്ട്ലി ലിവ് ഇൻ റിലേഷൻഷിപ്പിന് കാരണമായി നമുക്ക് പറയാൻ പറ്റുമോ? ആ, കുറെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നില്ല. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ആ, പണ്ടേ മൈൻഡിലുണ്ട്, ഉണ്ടായിരിക്കും. ഇപ്പോഴാണ് കുറച്ചും കൂടി പ്രാവർത്തികമായി ചെയ്യാൻ പറ്റുന്നത്. ആ, ഫാമിലി റെസ്ട്രിക്റ്റ്. ആ, ഇപ്പൊ ഫാമിലി റെസ്ട്രിക്ഷൻ ചെയ്യുമ്പോഴും നമ്മളത് ചെയ്യുന്നില്ലേ? ആ ആ ആ അവരുടെ ഇൻഡിപെൻഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുന്നുള്ളൊരു രീതികൾ വരുന്നതുകൊണ്ട് കല്യാണം കഴിക്കാൻ അതിനേക്കാളും ഭേദം കല്യാണം കഴിക്കാതിരിക്കുകയായിരിക്കും. ഓക്കെ. അപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പ് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ? ഓക്കെ. അപ്പം ആ ധൈര്യമായിട്ട് പറഞ്ഞു. ആ ഓക്കെ. ആ, അപ്പം സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ എംപവർമെന്റ് ഉണ്ടായി. അപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റക്ക് ജീവിക്കാം, അതുകൊണ്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് അത് താല്പര്യമുള്ളതുകൊണ്ടാണ്. പുരുഷന്മാർക്ക് താല്പര്യമില്ലേ? ആ ആ ഒറ്റ ഇപ്പം ഞാൻ വരാം. ആ ആ ഓപ്പൺ സ്പേസ് ഉണ്ട്, സ്പേസും ഉണ്ട്. ആ, പോയിന്റ്. ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ കൾച്ചർ. ആ, അതായിരുന്നു ഞാൻ നേരത്തെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ നോക്കിയത്. അതായത് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു? ഗ്ലോബലൈസേഷന്റെ എഫക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1990s തൊട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിമന് വർക്കിൽ ഓപ്പർച്യൂണിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ആഫ്റ്റർ LPG റിഫോംസ്, റൈറ്റ്? ഗ്ലോബലൈസേഷൻ. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഫോംസ് ഓഫ്, ഞാൻ പറയാണ്, ഈ ഡിസ്കഷൻ ഒരിക്കലും സ്ത്രീകൾക്ക് അതാണ് താല്പര്യം അതുകൊണ്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ജനറൽ സൊസൈറ്റിന്റെ ആംഗിൾ, സ്ത്രീകളുടെ ആംഗിൾ ഉണ്ട് ഡെഫിനറ്റ്ലി, ബട്ട് ജനറലി ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പം കുറെ ഡിഫറെന്റ് ഐഡിയാസ്, കുറെ ഡിഫറെന്റ് ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ വാല്യൂസ് ആൻഡ് ന്യൂ വ്യൂ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? എന്തുകൊണ്ട് അങ്ങനെ അപ്ഡേറ്റഡ് ആവാനുള്ള കാരണം? സോഷ്യൽ മീഡിയ, അല്ലെ? ടെക്നോളജി. അതുവഴി ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളും ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാല്യൂസും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിധി വരെ ലിവ് ഇൻ റിലേഷൻഷിപ്പിന്റെ ഡെവലപ്മെന്റിന് കാരണമല്ലേ? അല്ലെ? ഇത് ഹോം ഗ്രോൺ ആണോ? അല്ല, ഇത് ഇമ്പോർട്ടഡ് ആണ്. എങ്ങനെയാണ് ഇമ്പോർട്ടഡ് ആയത്? ഗ്ലോബലൈസേഷൻ, ടെക്നോളജി, സോഷ്യൽ മീഡിയ. അതിനകത്ത് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്തുണ്ട്? ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ എംപവർമെന്റ് ഉണ്ട്, അല്ലേ? അതേപോലെ നമ്മൾ ലീഗൽ ആസ്പെക്ട് പറഞ്ഞു. ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. ഇതിന് കൺസ്യൂമറിസത്തിന്റെ ഒരു ആംഗിളും കൂടി ഉണ്ട്, അല്ലേ? ലിവ് ഇൻ റിലേഷൻഷിപ്പും നമ്മളെ സമൂഹത്തിലുള്ള കൺസ്യൂമറിസവും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ഈ കൺസ്യൂമറിസം? ചോയ്സ്. അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവുക. എന്താണ് കൺസ്യൂമറിസം? കൺസ്യൂമറിസ്റ്റ് വേൾഡ്, മെറ്റീരിയൽ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? എന്താണ് ഈ സാധനം? ഓക്കെ, ട്രാൻസാക്ഷണൽ ആവുക, അല്ലെ? എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു കൈൻഡ് ഓഫ് സംഭവം ആവുക. ഓക്കെ, ഇമോഷണൽ സംഭവങ്ങൾ കുറഞ്ഞു. ഓക്കെ, എന്താ കൺസ്യൂമറിസം? എന്താ നമ്മൾ ഒരു ലേ മാൻ ടേംസിൽ എന്താണ്, ഓർ ലേ പേഴ്സൺ ടേംസിൽ എന്താണ് കൺസ്യൂമറിസം?
കൂടുതൽ കൂടുതൽ വാങ്ങിക്കാം, അല്ലേ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയി എല്ലാം കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുകയും, അല്ലെ, കൂടുതൽ കൂടുതൽ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ഫാസ്റ്റ് ഫാഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ഈ സുഡിയോ, അതേപോലെ എന്താണ് അതിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള വെസ്റ്റ് സൈഡ്, അല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ, ഇങ്ങനത്തെ ഉള്ള ഔട്ട്ലെറ്റ്സിനെയും ഇങ്ങനെയുള്ള യുനോ ടൈപ്പ് ഓഫ് ഒരു കൈൻഡ് ഓഫ് സെല്ലിംഗ് ഓർ ബിസിനസ് നമ്മൾ വിളിക്കുന്നതാണ് ഫാസ്റ്റ് ഫാഷൻ. വേർ അവർ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസസിന് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രൊഡക്ട്സ് തരുന്നു. ഇത് കുറെ കാലം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് അവർക്കും പ്രതീക്ഷയില്ല, നിങ്ങൾക്കും പ്രതീക്ഷയില്ല. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഞാനൊരു 1500 2000 കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ ഇത് 4 എണ്ണം വാങ്ങിക്കാം. ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, ട്രെൻഡ് മാറി മാറി കാര്യങ്ങൾ ഉപയോഗിക്കാം, അല്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മളുടെ ഒരു പർച്ചേസിങ് സിസ്റ്റം, വേറെ നമ്മളുടെ മൊത്തത്തിലുള്ള വ്യൂ എന്താണ്, കുറെ സാധനങ്ങൾ വാങ്ങിക്കുക, അത് കൺസ്യൂം ചെയ്യുക, അത് കളയുക, അല്ലെ? വീണ്ടും കുറെ സാധനങ്ങൾ വാങ്ങിക്കുക, കൺസ്യൂം ചെയ്യുക, കളയുക. ഇതാണ് നമ്മളുടെ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഇതെങ്ങനെയാ റിലേഷൻഷിപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്നത്? ഈ കൺസ്യൂമറിസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ഒന്നിന്റെ അടുത്തും എന്തില്ല, അത് ലോങ് ടേമിൽ നമ്മളുടെ കൂടെ വെക്കണം എന്നോ അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല. നമ്മൾക്ക് അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അത് വാങ്ങിക്കുന്നു, അത് കുറച്ച് ഉപയോഗിക്കുന്നു, വി ആർ ഡൺ വിത്ത് ഇറ്റ്. നമുക്ക് അതിനകത്തു നിന്നുള്ള ഒരു യൂട്ടിലിറ്റി ഓർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ദെൻ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പൊ അതുകൊണ്ടല്ലേ എല്ലാ വർഷവും ഫോൺ കമ്പനികൾ ഫോൺ ഇറക്കുന്നത്, അല്ലെ? അവര് ക്യാമറ ഇങ്ങനെ ഉള്ളത് ഇങ്ങനെയാക്കും, പിന്നെ അതിനെ തിരിച്ചിങ്ങോട്ട് വെക്കും, അല്ലെ? പക്ഷെ ആൾക്കാരത് വാങ്ങിക്കുന്നു. എന്തുകൊണ്ട് വാങ്ങിക്കുന്നു? നമ്മൾക്ക് ഇങ്ങനെ പുതിയത് എന്ത് ചെയ്യണം, കിട്ടിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ? അപ്പൊ ഇങ്ങനെ പുതിയത് കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതത്തിന്റെയും നമ്മളെ വാല്യൂസിന്റെയും ഭാഗമായില്ലേ. നമുക്കൊന്നും ശാശ്വതമായിട്ട് വേണ്ട, നമുക്കൊന്നും പെർമനന്റ് ആയിട്ട് വേണ്ട. വി നീഡ് ടു കീപ് ഓൺ ചേഞ്ചിങ് തിങ്സ്. അത് റിലേഷൻഷിപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടല്ലേ, അല്ലേ? അതല്ലേ നമ്മൾ ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പരിധി വരെ നമ്മൾ നോക്കിയാൽ അതിന്റെ റീസൺ ഇതല്ലേ. നമുക്ക് ഒന്നിന്റെ അടുത്ത് ലോങ് ടേം നമുക്ക് താല്പര്യമില്ല, അതിന്റെ യൂട്ടിലിറ്റി കഴിയുന്നു, അത് പോയി അടുത്തത്, അല്ലേ? അത് റീസൺ ആണല്ലോ. അപ്പൊ കൺസ്യൂമറിസം റീസൺ ആണ്. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഗ്ലോബലൈസേഷൻ. ഇതല്ലാതെ വേറെന്ത് റീസൺ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും അതിന്റെ ഒരു ആംഗിളും കൂടി കിട്ടും. വേറെന്താ? ഓക്കെ, സമൂഹത്തില് ലോങ് ടേം റിലേഷൻഷിപ്പ് വരാനുള്ള കാരണം എന്താണ്? കല്യാണം, അല്ലെ? അത് ലോങ് ടേം റിലേഷൻ ആയിട്ടാണ് സമൂഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹമോചനം ഓർ ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കാണുന്നത്, അല്ലെ? ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അത്ര തയ്യാറല്ല. ഇപ്പോഴാണ് പിന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അതും സൊസൈറ്റിയുടെ എന്തിന്റെ പരിപാടിയാണ്? ഓർഡർ കൊണ്ടുവരാനാണ്. കാരണം അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് നടക്കും, അപ്പൊ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പൊ സൊസൈറ്റിക്ക് അത് സമ്മതിക്കണ്ട. നൗ ഈ ഒരു ആംഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി മാരേജും ഫാമിലിയും ഒരു ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് സൊസൈറ്റി ആണ് നമ്മൾ പറഞ്ഞു, റൈറ്റ്? അന്നത്തെ കാലത്ത് ആൾക്കാർ ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള കാരണം എന്താണ്? സൊസൈറ്റി പറഞ്ഞു, നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്തു? സൊസൈറ്റിയിൽ ഒറ്റപ്പെടുന്നുള്ളത് ഒരു റീസൺ. അതുകൂടാതെ എന്താണ്, നമ്മളെല്ലാവരും തന്നെ കളക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? സമൂഹം പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെ? സമൂഹത്തിനെതിരെ പോകാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നു. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതല്ല, നമ്മളുടെ സോഷ്യലൈസേഷനിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഇങ്ങനെ വരുമ്പം നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? കളക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നത്? കളക്ടിവിറ്റിയെ നമുക്ക് വലിയ കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്തിനാ പിന്നെ കാര്യം? നമ്മളുടെ താല്പര്യങ്ങൾക്കല്ലേ കാര്യം. അപ്പം ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു കളക്ടിവിറ്റി ടു ദാറ്റ് ഓഫ് പ്രൊട്ടക്ടിങ് വൺസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അതിനാണ് നമ്മൾ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. ആ ഇൻഡിവിജ്വലിസവും ഒരു പരിധി വരെ എന്തിന് കാരണമാണ്?
ലിവ് ഇൻ റിലേഷൻഷിപ്പ് പോലുള്ള ന്യൂ ഫോംസ് ഓഫ് റിലേഷൻഷിപ്പിന് കാരണമല്ലേ? എനിക്ക് കളക്ടിവിറ്റി പറയുന്ന പോലെ ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് എന്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ നോക്കിയാൽ മതി. അപ്പം സമൂഹം എന്ത് വിചാരിച്ചാലും അതെനിക്കൊരു വിഷയമല്ല. എനിക്കെന്താണോ താല്പര്യം ഞാനത് ചെയ്യുന്നു. അപ്പൊ സമൂഹം ലോങ് ടേം റിലേഷൻ ആണ് പറയുന്നത്, പക്ഷെ എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് കമ്മിറ്റഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ലിവ് ഇൻ റിലേഷനിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്തൂടെ? ഇൻഡിവിജ്വലിസം, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഗ്ലോബലൈസേഷൻ, കൺസ്യൂമറിസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളല്ലേ? ഇതൊക്കെ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ മാത്രമാണോ? അല്ല. നമ്മളുടെ ഈ സൊസൈറ്റിയിലുള്ള പല മാറ്റങ്ങൾക്കും കാരണം ഇതേപോലുള്ള പുതിയ വാല്യൂസും പുതിയതായി വരുന്ന മാറ്റങ്ങളുമാണ്. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? അപ്പം ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻ വൺ വേ ഓർ ദ അതർ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലൈഫിനെ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നമ്മളതായ ചിന്തയാണെന്ന്? ഇല്ലല്ലോ. ഇതിനാര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി എന്ന് പറയുമ്പം ഈ കേരളത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ തോട്ട്സിനെയും നമ്മളുടെ വ്യൂസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ്. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇത് കുറച്ചൊരു ഫിലോസഫിക്കൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ സോഷ്യോളജിക്കലാണ്. നിങ്ങളുടെ ഒരു വ്യൂല് സമൂഹം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചർ ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ കേരള സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടോ? ഉണ്ട്. നിങ്ങളെ ചുറ്റുപാടും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചർ ഇല്ലേ? അല്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആ പെർട്ടിക്കുലർ പിക്ചർ ദാറ്റ് യു ഹാവ്, അതാണ് റിയാലിറ്റി. അല്ലേ? ഇൻ ദ സെൻസ്, ഞാനൊരു ഉദാഹരണമായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് കേരളത്തിലുള്ള മതസൗഹാർദ്ദത്തിനെ കുറിച്ച്, സെക്യുലർ വാല്യൂസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോശം അഭിപ്രായമാണോ? പുറമേ കാണുന്നതേ ഉള്ളൂ. ഇതല്ലാത്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ടോ? എല്ലാവർക്കും അതേ അഭിപ്രായമാണോ? പുറമേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ, വേറെന്തെങ്കിലും വ്യൂ പോയിന്റും കൂടി പറയോ? ഞാനിവിടെ വേറൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്ന രീതിയെ കുറിച്ച് പറയാനാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബെറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? കോൺഫ്ലിക്ട്സിന്റെ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ കയ്യിലുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്കലി ചിലപ്പോൾ കേരളത്തിൽ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്നത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ടാണോ? ഒരിക്കലും അല്ലല്ലോ. ഇപ്പൊ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണൽ ഇഷ്യൂസിന് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. അല്ലേ? ഗോവയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. ഹിമാചൽ പ്രദേശിൽ എങ്ങനെയാണെന്ന് നമുക്കറിയോ? അങ്ങനെ ഓരോന്ന് ചോദിച്ചു പോകാനാണെങ്കിൽ കുറെ സംസ്ഥാനങ്ങൾ ഞാൻ ചോദിക്കേണ്ടി വരും. നമുക്കറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ നമ്മൾ പറയാണ് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാളും സെക്യുലർ ആണ്. നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ. അപ്പൊ ഇതെങ്ങനെയാ നമ്മളെ മനസ്സിലേക്ക് വന്നത്? ഇത് നമ്മളെ റിയാലിറ്റി അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കേരളത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നതും അതാണ് റിയൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. ഇതെങ്ങനെ വന്നതാ? മീഡിയനല്ലേ? അല്ലേ? അല്ലാതെ നമ്മൾ കണക്ക് പരിശോധിച്ച് ഓരോ സംസ്ഥാനത്തിലെയും കണക്കെടുത്ത് ഒന്നുമല്ല. നമ്മൾ മീഡിയന്ന് കേൾക്കുന്ന ഇൻഫർമേഷൻ ആണ് കേരളം വളരെ സെക്യുലർ ആണ്, അതുകൊണ്ടാണ് കേരളത്തിൽ റൈറ്റ് വിങ് പാർട്ടീസ് അധികം വളരാത്തത്, അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ പുച്ഛിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. അതൊക്കെ വെറും സത്യമില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയോ എവിഡൻഷ്യൽ ആയിട്ടോ അല്ല. പക്ഷെ വി ബിലീവ് ദാറ്റ്, അല്ലേ?
ആൻഡ് വി മേക്ക് ഇറ്റ് പാർട്ട് ഓഫ് അവർ റിയാലിറ്റി. നമ്മൾ വിശ്വസിക്കുകയാണ് ഇതാണ് റിയാലിറ്റി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും റിയൽ ആണോ? എല്ലാം നിങ്ങൾ പറയണ്ട, ചിലപ്പോൾ റിയൽ ആണെങ്കിലോ. അപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇതില് സത്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഓരോ ആൾക്കാരും നമ്മളതായ രീതിയിലുള്ള റിയാലിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാലിറ്റി നമ്മൾ എങ്ങനെയാ ബിൽഡ് ചെയ്യുന്നത്? നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതും നമ്മൾ മീഡിയയിൽ കാണുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മളുടെ ഫ്രണ്ട്സ് പറയുന്നതും നെയ്ബേഴ്സ് പറയുന്നതും ഫാമിലി പറയുന്നതും എല്ലാം കൂടി കേട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെയാണ് സൊസൈറ്റി, ഇങ്ങനെയാണ് റിയാലിറ്റി എന്നൊരു പിക്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ സോഷ്യൽ റിയാലിറ്റി, റൈറ്റ്? വിച്ച് വി ബിലീവ് ഇസ് ട്രൂ. പക്ഷെ അത് ട്രൂ ആണെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പാകിസ്ഥാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മോശമായിരിക്കും അല്ലെ? പാകിസ്ഥാൻ എപ്പോൾ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യുന്നു, ഇന്ത്യനെ നശിപ്പിക്കുന്നു, ടെററിസം. നമ്മൾ അങ്ങനെ, ഇതിപ്പോ പറഞ്ഞാൽ ഞാൻ ചിലപ്പം രാജ്യദ്രോഹിയായി പോകും. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണെങ്കിലോ അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പൊളിറ്റിക്സിന്റെ അടുത്ത് നമുക്ക് ദേഷ്യം ഉണ്ടല്ലോ, ഉണ്ട്. ആ ദേഷ്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം പറഞ്ഞു അവര് നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, എന്താ തെളിവ്? അയ്യോ, നമുക്ക് രാജ്യം മാറ്റാം, ബംഗ്ലാദേശ് എടുക്കാം. ഓക്കെ, കാരണം ഇത് തീക്കളയായിപ്പോ. കാരണം ഇതൊക്കെ ആരെങ്കിലും എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീരുമാനമായി. ഓക്കെ, എന്തായാലും പാകിസ്ഥാൻ മായ്ച്ചേക്ക്. ഓക്കെ, വേറെ ഏതെങ്കിലും രാജ്യം എടുക്കാം. സപ്പോസ് നമ്മളും ശ്രീലങ്കയും, അതാ സേഫ്. നമ്മളും ശ്രീലങ്കയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം. വേറൊന്നും കൊണ്ടല്ല, ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ജീവിക്കണം. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലൊരു പ്രശ്നം. ഓക്കെ, അതിനകത്ത് നമ്മൾ ശ്രീലങ്കയെ കുറ്റം പറയുന്നു. ശ്രീലങ്ക ഇന്ത്യൻ അറ്റാക്ക് ചെയ്തു, ശ്രീലങ്ക അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ, നമ്മൾ കേൾവിയുടെ അടിസ്ഥാനത്തിലല്ലേ കൂടുതലും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ റിയാലിറ്റി ഓർ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന്, നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സാധനമല്ലേ. അങ്ങനെ വരുമ്പം എന്റെ സോഷ്യൽ റിയാലിറ്റി ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ സോഷ്യൽ റിയാലിറ്റി. രണ്ടും ഡിഫറെന്റ് ആവില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഡിഫറെന്റ് ആവുന്നത്? അതെ, എന്റെ ചുറ്റുപാടും നിങ്ങളുടെ ചുറ്റുപാടും എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ ഞാൻ വളർന്ന സാഹചര്യം, നിങ്ങൾ വളർന്ന സാഹചര്യം, നിങ്ങളുടെ കൂട്ടുകെട്ടും എന്റെ കൂട്ടുകെട്ടും, നിങ്ങളുടെ ഫാമിലിയും എന്റെ ഫാമിലിയും, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയം ഞാൻ കൺസ്യൂം ചെയ്യുന്ന മീഡിയം ഒക്കെ ഡിഫറെന്റ് ആവുന്നതിനനുസരിച്ച് എന്റെ റിയാലിറ്റിയും നിങ്ങളുടെ റിയാലിറ്റിയും മാറും. ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ പറയില്ലേ അവര് മണ്ടന്മാരാണ്, അവരിത് ഫോളോ ചെയ്യുന്നു. പക്ഷെ അവര് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ മണ്ടന്മാരാണ്. അതെന്തിന്റെ വ്യത്യാസമാണ്? അവരുടെ റിയാലിറ്റിയിൽ നിങ്ങൾ മണ്ടന്മാരും നിങ്ങളുടെ റിയാലിറ്റിയിൽ ആര് മണ്ടന്മാരാണ്? അവര് മണ്ടന്മാരുമാണ് അല്ലേ? ഇതന്നെയല്ലേ ജനറേഷൻ ഗ്യാപ്പും അല്ലേ? നമ്മളുടെ വീട്ടിലുള്ള കുറച്ചും കൂടി പ്രായം ചെന്ന ആൾക്കാർ അവരുടെ സോഷ്യൽ റിയാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മഹാമണ്ഡലമായിട്ട് അവർക്ക് തോന്നും. എന്നാൽ നിങ്ങളുടെ സോഷ്യൽ റിയാലിറ്റിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തായിട്ട് തോന്നാം? വെറുപ്പിക്കലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവർക്ക് അതങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. അവർക്ക് വിചാരിക്കുന്ന എന്താണ്? നമ്മൾ പറയുന്നതാണ് കറക്റ്റ് അല്ലേ? ഇപ്പൊ 90s കിഡ്സ് 2K കിഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ? 10 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ, അതും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ട് അത്രയും വലിയ ഗ്യാപ്പ് വിത്തിൻ 10 years സംഭവിക്കാനുള്ള കാരണം ഇതൊക്കെ സോഷ്യോളജിയാണ്. സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. സൊസൈറ്റി ഭീകരമായ സ്പീഡിൽ മാറിപ്പോയി അല്ലെ? ഇപ്പൊ ഞാൻ 90s കിഡാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 92-ൽ ജനിച്ചു. ഒരു 2003 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ആദ്യമായി മൊബൈൽ ഫോൺ എന്താണെന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2002-03 ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവാം, അതിനു മുമ്പേ ജനിച്ച ആൾക്കാരുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഏതാണ്ട് ആ സമയത്താണ് കാണുന്നത്. ബൈ ഒരു 2008-09 ഒക്കെ ആയപ്പോ എന്റെ കയ്യിൽ മൊബൈൽ കിട്ടുന്നു.
2010 കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2007 തോന്നുന്നു ഐഫോൺ റിലീസ് ആവുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം വരുന്നു. ബൈ ഒരു 2010 ആയപ്പോഴത്തേക്ക് മൊത്തം കാര്യം മാറി. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആ ട്രാൻസിഷൻ ഒന്നും മനസ്സിലാക്കാൻ പോലും ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു, മൊത്തം മാറി. ഓക്കെ, അപ്പം എന്നാ നേരെ മറിച്ച് എന്നേക്കാൾ ഒരു 10 വയസ്സ് കുറവുള്ള ഒരാള്, മീനിങ് 2002, നിങ്ങളെയൊക്കെ പ്രായം ഏതാണ്ട് അങ്ങനെയായിരിക്കും. 2000 അത്രക്ക് വയസ്സായി എനിക്ക്. 2002 ആ റേഞ്ചിലൊക്കെ ജനിച്ച ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ജനിച്ച് വളരുമ്പം തന്നെ നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? സ്മാർട്ട് ഫോണാണ്. അപ്പോഴത്തേക്ക് യൂട്യൂബും സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാടധികം അഡ്വാൻസ് ആയിട്ടുണ്ട്, അല്ലേ? അപ്പം ഞാൻ റിയാലിറ്റീനെ പെർസീവ് ചെയ്തതും നിങ്ങൾ റിയാലിറ്റീനെ പെർസീവ് ചെയ്യുന്നതും തമ്മിൽ എന്തുണ്ടാവും? ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ റിയാലിറ്റീനെ പെർസീവ് ചെയ്തത് ലോക്കലൈസ്ഡ് കണ്ടീഷനിൽ മാത്രമായിരിക്കില്ല, കുറച്ചും കൂടി ഒരു ഗ്ലോബൽ ലെവലല്ലേ, അല്ലേ? ഐഡിയ മനസ്സിലായോ? പക്ഷെ എനിക്ക് അത്രയധികം ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടിയില്ല, ബിക്കോസ് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് വന്നത്. ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പം സോഷ്യൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായോ? അതെങ്ങനെയാ ബിൽഡ് ആവുന്നതെന്ന് മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറെ കൂടി ടോളറന്റ് ആവുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ശരിയും വേറൊരാൾ വിചാരിക്കുന്നത് അവരുടെ ശരിയുമാണ്. ഇതാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് മൊത്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നും ബ്ലാക്കും വൈറ്റും അല്ല, എല്ലാം എന്താണ്? ഗ്രേ ആണ്. ഓക്കെ, അത് ഫാമിലി ആയിക്കോട്ടെ. ചില ആൾക്കാർക്ക് ഫാമിലി നല്ലതായിരിക്കും, എന്നാൽ ഫാമിലി നല്ലത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഫാമിലി മോശമാണ്, അല്ലേ? റിലീജിയൻ, ചില ആൾക്കാർക്ക് റിലീജിയൻ വേണമായിരിക്കും, ചില ആൾക്കാർക്ക് റിലീജിയൻ വേണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവർ മണ്ടന്മാര്, നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരെന്താണ്? അപ്പൊ അതല്ല. ക്ലിയർ ആണോ? ഇതാണ് സൊസൈറ്റി, എങ്ങനെയാണ് സോഷ്യൽ റിയാലിറ്റി മാറുന്നത്, എങ്ങനെയാണ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ റോള് പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണെന്ത്? മീഡിയ. ഫാമിലിയും മീഡിയയും. ഓക്കെ, മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറച്ചും കൂടി എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ എന്താണ് ഫാമിലി? ഫാമിലി കൺസിസ്റ്റ് ഓഫ് ബോത്ത് എഫിനൽ ആസ് വെൽ ആസ് കോൺസാങ്ക്യൂനിയസ് റിലേഷൻസ്. എന്താണ് ഈ എഫിനൽ റിലേഷൻ ആൻഡ് കോൺസാങ്ക്യൂനിയസ്? ഈ ടേമിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. എഫിനൽ റിലേഷൻസ് ഓർ കോൺജുഗൽ റിലേഷൻ എന്ന് ഇതിനെ പറയും. ഓക്കെ, എഫിനൽ ഓർ കോൺജുഗൽ റിലേഷൻസ് മീനിങ് നമ്മളെ മാരേജിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ എഫിനൽ റിലേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എഫിനൽ റിലേഷൻ. അപ്പൊ എന്തായിരിക്കും കോൺസാങ്ക്യൂനിയസ് റിലേഷൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമ്മളുടെ പേരൻസും സിബ്ലിങ്സും ഒക്കെ ആയിട്ടുള്ള ബ്ലഡ് റിലേറ്റീവ്സും ആയിട്ടുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസാങ്ക്യൂനിയസ് റിലേഷൻസ്. ഒരു ഫാമിലി വരുന്ന സമയത്ത് അവിടെ എഫിനലും ഉണ്ടാവും, കോൺസാങ്ക്യൂനിയസും ഉണ്ടാവും. ഈ ടേം നിങ്ങൾ ഓർത്തു വെക്കുക, ബിക്കോസ് ഗോയിങ് ഫോർവേഡ് നമ്മൾ ഇതേ ടേംസ് എന്ത് ചെയ്യാം? പല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നൗ നെക്സ്റ്റ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഫാമിലി. നൗ സോഷ്യോളജിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സോഷ്യോളജിയിലുള്ള ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, നമ്മളെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 10, 15, 20 മാക്സിമം. ഓക്കെ, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ കാണാം. ഇങ്ങനെയുള്ള സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്ത് ചെയ്യാം? നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. എന്തിനാണ് അത് പഠിച്ചു വെക്കേണ്ട ആവശ്യം? സോഷ്യോളജിയിൽ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം എന്താണ്? ഡെഫിനിഷൻസ് ആണ്. വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ എങ്ങനെ ചോദിച്ചാലും ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് യുവർ ആൻസർ ഇസ് ബൈ റൈറ്റിംഗ് എ പ്രോപ്പർ ഡെഫിനിഷൻ. ക്ലിയർ? ഇനി ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലോ? അതാണല്ലോ സ്വാഭാവികമായി നടക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതും കൂടി പറഞ്ഞുതരാം. എന്താണ് ചെയ്യാൻ പോവാ? നിങ്ങൾ ഏതാണ്ട് ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനെ നിങ്ങൾ നിങ്ങളതായ ടേംസിലെങ്കിലും എന്ത് ചെയ്യണം? എഴുതി വെക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യണം?
പഠിക്കാൻ തന്നെ ശ്രമിക്കുക. പറ്റുന്നില്ല, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് നിങ്ങളതായ ടേംസിൽ എന്ത് ചെയ്യാം, എഴുതുക. ക്ലിയർ ആണോ? ഓക്കെ. ഇത് പഠിക്കാൻ പറ്റും. നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നതിനേക്കാളും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ കുറച്ചൊക്കെ ഡെഫിനിഷൻസ് നിൽക്കും. ഓക്കെ. ആ റിപ്പിറ്റേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ വെറുതെ ഒറ്റയടിക്ക് ബൈ ഹാർട്ട് പഠിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കരുത്. എന്താണെന്ന് മനസ്സിലാക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പാർട്സ് നിങ്ങളുടെ തലയിൽ എന്ത് ചെയ്യും, വരും. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അത് നിങ്ങളുടേതായ ടേംസിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതാം. അങ്ങനെ ടേംസിൽ എഴുതുമ്പോഴും നിങ്ങൾക്ക് ആ തിങ്കറിന്റെ പേര് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അക്കോർഡിംഗ് ടു ഇന്ന ആൾ, ഏതാണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ. ഈ ഏതാണ്ടെന്നൊന്നും ഉപയോഗിക്കരുത്, ഞാനത് പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? GP മെർഡോക്സ് ഡിഫൈൻസ് ഫാമിലി ആസ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതുക. ഇനി നിങ്ങൾക്ക് പക്കാ ഡെഫിനിഷൻ ഓർമ്മയില്ല, പക്ഷെ പുള്ളി പറഞ്ഞതിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു GP മെർഡോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതാം. ഒരു ബന്ധമില്ലാതെ ഇരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചാൽ തോന്നണം അത് പുള്ളിയുടെ ഡെഫിനിഷനായിട്ട് ചെറുതായിട്ടുള്ളൊരു ബന്ധമെങ്കിലും അതിനുണ്ട് എന്ന് തോന്നണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്താണ് ഡെഫിനിഷൻ ഓഫ് ഫാമിലി അക്കോർഡിംഗ് ടു മെർഡോക്ക്? എന്താണ്? അക്കോർഡിംഗ് ടു GP മെർഡോക്ക്, ഫാമിലി ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ്. ഈ ഓൺലൈനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാൻ മറന്നുപോയി. All clear? All right. So, family according to GP Murdoch is a social group characterized by common residence, economic cooperation and reproduction. Okay. ഇതാണ് പുള്ളിയുടെ ഡെഫിനിഷനിലെ ഫസ്റ്റ് സെന്റൻസ്. നിങ്ങൾക്ക് ഇത്ര വരെ പഠിച്ചാലും ഓക്കെ ആണ്. പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി എന്താണ് പറയുന്നത്? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൾട്ട്സ് ഓഫ് ബോത്ത് സെക്സസ്, അറ്റ്ലീസ്റ്റ് 2 of them having socially approved sexual relationship and their children own or adopted of the sexually cohabiting adults. ഇങ്ങനെയാണ് പുള്ളി അതിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാം, ഇതൊന്നും കൂടി മനസ്സിലാക്കുക അല്ലേ. ഫാമിലി എന്താണ്? ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഓക്കെ. ക്യാരക്ടറൈസ്ഡ് ബൈ, എന്താണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി? ഒന്ന്, ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ട്? എക്കണോമിക് കോപ്പറേഷൻ ഉണ്ട്. രണ്ടാമത്തതായിട്ട് എന്താണ്? കോമൺ ആയിട്ടുള്ള റെസിഡൻസ് അല്ലെ. ഒരു ഫാമിലി യൂഷ്വലി ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ എന്താണ്? റീപ്രൊഡക്ഷൻ. ക്ലിയർ? പുള്ളി പറയുന്ന 3 എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പം ഇനി ഒന്നും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് പുള്ളിയുടെ ഡെഫിനിഷൻ? നിങ്ങൾ ഇപ്പോഴും ബാക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സോഷ്യൽ ഗ്രൂപ്പ് characterized by economic cooperation, common residence and reproduction. എളുപ്പമാണല്ലോ. ഇത്ര വരെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലേ? ഇത്ര വരെ എഴുതിയാലും ഓക്കെ ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ളത് പുള്ളി ഫാമിലി കൺസിസ്റ്റ് ഓഫ് ആരൊക്കെ എന്നുള്ളത് പറയുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൾട്ട്സ് ഓഫ് ബോത്ത് സെക്സസ്, അറ്റ്ലീസ്റ്റ് 2 of them having socially approved sexual relationship. എന്താണ് ഈ സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? മാരേജ് അല്ലെ. സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ത് ടൈപ്പ് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്? മാരേജിനകത്തുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ്. സോ അറ്റ്ലീസ്റ്റ് 2 of them having socially approved sexual relationship and their children and the children own or adopted of this sexually cohabiting adults. So സെക്കൻഡ് പാർട്ടിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഫസ്റ്റ് പാർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലിയർ ആണോ? നൗ നിങ്ങൾക്ക് ചോയ്സിന് വേണ്ടി വേറെയും ഡെഫിനിഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കടന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. നമ്മൾ ഈ GP മെർഡോക്കിന്റെ ഡെഫിനിഷൻ പറയാനുള്ള കാരണം, ഈ പുള്ളിയാണ് ഫാമിലിനെ കുറിച്ച് വളരെ എക്സ്റ്റെൻസീവായി പഠിച്ചൊരു വ്യക്തി. പുള്ളി ഈ ലോകത്തുള്ള പല ഡിഫറെന്റ് സൊസൈറ്റീസിലും പോയി അവിടുത്തെ ഫാമിലി സിസ്റ്റം എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പല ഡിഫറെന്റ് സൊസൈറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്ന പല ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇല്ല. ഇപ്പൊ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, വേരിയസ് റിലീജിയസ് എത്നിക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പുള്ളി ഓൾമോസ്റ്റ് 250+ ഡിഫറെന്റ് സൊസൈറ്റീസിനെ പഠിക്കുകയും അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിച്ച് പുള്ളി പറഞ്ഞൊരു ഡെഫിനിഷൻ ഓഫ് ഫാമിലിയാണ് ഇത്. ഇനി ഈ പഠിക്കുന്നത് ഇപ്പൊ അടുത്തൊന്നുമല്ല, കുറെ മുമ്പാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഡെഫിനിഷനിൽ കുറച്ച് പോരായ്മകളില്ലേ? എന്താ മെയിൻ പോരായ്മ? സോഷ്യൽ അപ്രൂവ്ഡ് ആണോ നിങ്ങൾക്ക് ഇത് മൊത്തം വായിച്ചിട്ട് തോന്നുന്നത്? ആ
ബോത്ത് സെക്സസ് അല്ലേ? മനസ്സിലായോ? സെയിം സെക്സ് മാരേജസ് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമായി വരികയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പം പുള്ളിയുടെ ഡെഫിനിഷൻ അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി അത് മാത്രല്ല, ഇന്നത്തെ കാലഘട്ടത്തില് ഈ പുള്ളി പറഞ്ഞ പോലെ കോമൺ റെസിഡൻസ് ഫാമിലിയിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ട് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ബിക്കോസ് ജനറലി ഫാമിലി അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇപ്പൊ ലിവിങ് അപ്പാർട്ട് ടുഗെദർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? എന്താണ് ലിവിങ് അപ്പാർട്ട് ടുഗെദർ? നിങ്ങൾ ആ ടേം കേട്ടിട്ടുണ്ടോ? ലിവിങ് അപ്പാർട്ട് ടുഗെദർ. അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണോ? പറഞ്ഞ അകന്ന് ഒരുമിച്ച് താമസിക്കുന്നു. കുറച്ചു നാളല്ല അത്, കുറച്ചു നാളെന്ന് പറയുമ്പോ ഒരു 10 കൊല്ലം എന്നാണ്. ഓക്കെ, ആരെയും കേട്ടിട്ടുണ്ട് ഇത്? ജോബ് കാരണം അതെ, രണ്ടുപേർക്കും 2 ഡിഫറെന്റ് സ്ഥലത്തായിരിക്കും ജോബ്. അതൊരു റീസൺ ഓഫ് ഫോർമേഷൻ ഓഫ് ലിവിങ് അപ്പാർട്ട് ടുഗെദർ. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പം പണ്ടിപ്പം കേരളത്തിലൊക്കെ ലിവിങ് അപ്പാർട്ട് ടുഗെദർ എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഗൾഫിൽ പോകുന്ന സമയത്ത് ലിവിങ് അപ്പാർട്ട് ടുഗെദർ ആണ്. പക്ഷെ അതിനെ നമ്മൾ ലിവിങ് അപ്പാർട്ട് ടുഗെദർ എന്ന് വിളിക്കാതെ ഇതിനെ വിളിക്കുന്നതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അവര് ഒരു കപ്പിളാണ്. കല്യാണം കഴിച്ചിട്ടാവാം, അല്ലാതെ ആവാം, പക്ഷെ മോസ്റ്റ്ലി മാരീഡും ആവാം. ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവരുടേതായ പേഴ്സണൽ ഗ്രോത്തിനാണ്. ഓക്കെ, മീനിങ് ഞാൻ പേഴ്സണലി ഗ്രോ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ച ആ പാർട്ട്ണറിന് വേണ്ടി നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് എന്റേതായ ഒരു സ്പേസും പ്രൈവസിയും വേണം. ഓക്കെ, ഈ കാരണങ്ങൾ കൊണ്ട് ഞാനും എൻ്റെ പാർട്ട്ണറും ഒരുമിച്ച് താമസിക്കാതെ രണ്ട് സ്ഥലത്ത് താമസിക്കുന്നു. അത് ജോബും കൊണ്ടാവാം. ഇപ്പൊ എന്റെ ജോബ് വേറെ സ്ഥലത്തായിരിക്കും, എന്റെ പാർട്ട്ണറിന്റെ ജോബ് വേറെ സ്ഥലത്തായിരിക്കും. നമ്മൾ രണ്ടുപേരും പേഴ്സണൽ ഗ്രോത്ത് ആണ്, ഒരു സ്പേസ് ഉണ്ട് അല്ലെ, നമ്മളതായ പ്രൈവസി ഉണ്ട്. അത് ബഹുമാനിച്ച് നമ്മൾ 2 സ്ഥലത്ത് താമസിക്കുന്നു. പക്ഷെ നമ്മൾ ഇമോഷണലി എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. എനിക്കൊരു വിഷമം വരുമ്പം വിളിക്കാൻ ഒരാൾ. ഓക്കെ, പക്ഷെ എനിക്ക് എന്റെ സ്പേസ് വേണം. ഓക്കെ, അതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ഇല്ല. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിവിങ് അപ്പാർട്ട് ടുഗെദർ. ഇപ്പൊ നമ്മൾ ചോദിക്കാം, എന്നാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? പക്ഷെ ഇമോഷണൽ ഇന്റർ കണക്ഷൻ വേണ്ടേ? അത് കല്യാണം കഴിക്കുന്നത് വഴിയും നമ്മൾ അങ്ങനെ ഒരു പാർട്ണർ ആവുന്നത് വഴി കിട്ടുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു പേഴ്സണൽ ഗ്രോത്തും പേഴ്സണൽ സ്പേസും പ്രൈവസിയൊക്കെ മാനിക്കുന്നു. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിലേഷനൊക്കെ ഇതിനകത്ത് വരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ പുള്ളിയുടെ ഡെഫിനേഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് കുറച്ചുകൂടി പഴയ കാലത്തെ ട്രഡീഷണൽ ഫാമിലിയാണ്. പക്ഷെ നമ്മളത് എന്നിട്ട് ഇപ്പോഴും പഠിക്കുന്നതിന്റെ റീസൺ പുള്ളിയുടെ അത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒരു ബഹുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ളിയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ക്ലിയർ ആണല്ലോ? സെറ്റല്ലേ? ഓക്കെ ആണല്ലോ? ആന്റണി ഗിഡൻസിന്റെ ഡെഫിനിഷൻ കുറച്ചും കൂടി ഇന്നത്തെ കാലത്തിന്, കാരണം പുള്ളി കുറച്ചും കൂടി പുതിയൊരു തിങ്കറാണ്. അപ്പൊ അത് പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്സിനെ കുറിച്ചൊന്നും പുള്ളി പറയുന്നില്ല. അഡൽട്ട് മെമ്പേഴ്സ് ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതൊരു ബ്രോഡർ കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ആണ്. ഐഡിയ സെറ്റാണോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് പേഴ്സ്പെക്റ്റീവുകളെ കുറിച്ചാണ്. നിങ്ങളെ ഞാൻ സോഷ്യോളജിയിലുള്ള പേഴ്സ്പെക്റ്റീവുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന പേഴ്സ്പെക്റ്റീവുകളിൽ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഈ കാണുന്ന ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന പേഴ്സ്പെക്റ്റീവാണ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. പിന്നെ നമുക്ക് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ വെബേറിയൻ പേഴ്സ്പെക്റ്റീവ് ഓർ ഇന്റർപ്രിറ്റേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഇന്ററാക്ഷനിസ്റ്റ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 4-5 ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. അത് ഓരോ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, ഇതിനകത്ത് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതും കണക്ട് ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്സിനെ അറിയാലോ അല്ലേ? ആരാണ് മാർക്സ്? ആരാണ് കാൾ മാർക്സ്? എക്കണോമിസ്റ്റ് ആണ്. സോഷ്യോളജിസ്റ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസിലുണ്ട്, ഫിലോസഫിയിലുണ്ട്. നമുക്ക് അങ്ങനെ പുള്ളീനെ എല്ലാവരും കടമെടുക്കുകയാണ്. മാർക്സ് അങ്ങനെ ഒരു സ്ഥലത്തും മാർക്സിന്റെ എഫിനിറ്റി കാര്യമായിട്ടില്ല. പുള്ളി ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, പക്ഷെ
പുള്ളിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റുമായിട്ട് പുള്ളി അങ്ങനെ തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. പുള്ളിനെ എല്ലാവരും എടുത്തിട്ടുണ്ട്. കാരണം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വൈഡർ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷനിൽ കഴിഞ്ഞാൽ പിന്നെ പോകാൻ പോകുന്നത് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്കാണ്. ഈ ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഓക്കെ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സമൂഹത്തിന് നല്ലതാണെന്നും സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ഫങ്ഷണലിസ്റ്റുകൾ. അതുകൊണ്ടാണ് ഈ ടേമും ഫങ്ഷണലിസ്റ്റ്. അവരെന്താ വിശ്വസിക്കുന്നത്? ഈ സമൂഹത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സമൂഹത്തിന് നല്ലതാണെന്നും സമൂഹത്തിന് വേണ്ടി പല രീതിയിലുള്ള നല്ല കോൺട്രിബ്യൂഷൻസ്, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവർ നടത്തുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാർ. നിങ്ങൾ എന്ത് അവരെ മുമ്പിൽ കൊടുത്താലും അവർ നല്ലതാന്ന് പറയും. ഉദാഹരണത്തിന്, പോവർട്ടി നല്ലതാണോ? നമ്മൾ പറയുമല്ല, പക്ഷെ ഇവർ പറയുകയാണ്. എങ്ങനെയായിരിക്കും പോവർട്ടി നല്ലതാവുന്നത്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനോ? പക്ഷെ നേരെ അതർവൈസ് ആണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ളത് പോറായിട്ടുള്ള ആൾക്കാരില്ല. അപ്പൊ അങ്ങനെ നടക്കൂലല്ലോ. എന്തുകൊണ്ടായിരിക്കും? ഈ പട്ടിണി കാരണം മരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ പൊന്നു, ഇവിടെ പറഞ്ഞ നന്നായി. ഓക്കെ, വേറെന്തായിരിക്കും ഫങ്ഷൻ? ഓക്കെ, എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്? അല്ല, സോറി, ഫങ്ഷൻസ് ഓഫ് പോവർട്ടി. കൺസ്യൂമറിസം കുറച്ച് നിർത്തും. ഓക്കെ, അതിനെ കൊണ്ട് സമൂഹത്തിന് എന്താ ഗുണം? എല്ലാം സമൂഹത്തിന് നല്ലതാണെന്നാ പറയുന്നത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് കുറയും. ഓക്കെ, വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് റിസോഴ്സസിന്റെ പോകുമ്പം നമ്മൾ ഈ പോവർട്ടി കാരണം പൊല്യൂഷൻ കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപ്പം ബാലൻസ് ഔട്ട് ആവും. അതൊരു പ്രശ്നമാണ്. എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിട്ട് ഇത് കിട്ടും, ഉറപ്പാണ്. ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ആവശ്യം? സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡിപ്പെൻഡൻസി കാരണം. അതായത് നമ്മൾക്ക് ഭരിക്കാൻ കുറെ ആൾക്കാരെ കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണോ? നിങ്ങൾ ഭയങ്കര സാഡിസ്റ്റുകളാണല്ലോ. ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, പറ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് കുറച്ച് സാഡിസ്റ്റ് പോയിന്റ് ആണ്. കറക്റ്റ്. ഏറ്റവും മേജർ ഫങ്ഷൻ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് നമ്മളെ നാട്ടില് എല്ലാ ടൈപ്പ് ജോലി ചെയ്യാനും ആൾക്കാരെ കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സമൂഹത്തിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് ഉണ്ട്, അല്ലെ? ഈ ജോബ്സ് എല്ലാം തന്നെ സമൂഹത്തിന് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ സമൂഹം കുറച്ച് ജോബുകൾക്ക് ഭയങ്കരമായ സോഷ്യൽ എസ്റ്റീം കൊടുക്കുകയും എന്നാൽ സർട്ടൺ അതർ ജോബ്സിന് തീരെ സോഷ്യൽ പ്രസ്റ്റീജോ എസ്റ്റീമോ ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അല്ലേ? ഈ സോഷ്യൽ എസ്റ്റീമും പ്രസ്റ്റീജും ഇല്ലാത്ത ജോബുകൾ ചെയ്യാൻ സ്വതവേ ആളുകൾ തയ്യാറാവുമോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ജോബ് ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് കിട്ടുന്നത്? പോവർട്ടി കാരണമല്ലേ? അപ്പൊ ഇത് സമൂഹത്തിന് നല്ലതല്ലേ? അപ്പൊ സമൂഹത്തിന് ഈ ജോബെല്ലാം നടന്നാൽ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെയുള്ള ജോബുകൾ ചെയ്യാൻ സ്വതവേ ആൾക്കാർ തയ്യാറാവില്ല. പക്ഷെ പോവർട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ജോബ് ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കിട്ടുന്നു. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളിപ്പം സിവിൽ സർവീസ് എക്സാം എഴുതി നിങ്ങൾക്ക് സിവിൽ സർവന്റ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ഒരു പരിധിവരെ സിവിൽ സർവൻസിന്റെ ജോബും ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? പോവർട്ടി അല്ലേ? നമ്മുടെ നാട്ടിൽ പോവർട്ടി ഉള്ളത് കൊണ്ട് കുറെ അധികം സോഷ്യൽ വെൽഫെയർ മെക്കാനിസംസ് ഇവിടെ ഉണ്ട്. ആ സോഷ്യൽ വെൽഫെയർ മെക്കാനിസം നടത്താൻ വേണ്ടി നമുക്ക് വലിയൊരു വർക്ക് ഫോഴ്സിന് ആവശ്യമാണ്. അപ്പൊ പോവർട്ടി കുറെ ആൾക്കാർക്ക് ജോബ് കൊടുക്കുന്നില്ലേ? എസ്പെഷ്യലി അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക്, അല്ലേ? ഇവിടെ പോവർട്ടിയും വെൽഫെയർ മെക്കാനിസംസും ആ പ്രോഗ്രാംസ് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയധികം വർക്ക് ഫോഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ ബേസിസിലാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് പോവർട്ടി സമൂഹത്തിന് എന്താണ്? നല്ലതാണ്. ഇനി അവരത് ക്രൈം നല്ലതാണെന്ന് ചോദിച്ചാൽ അവർ അതിന് എന്ത് പറയും? നല്ലതാണ്. ക്രൈമും സമൂഹത്തിന് നല്ലതാണ്. എന്തുകൊണ്ടാണ് ക്രൈം നല്ലതാവുന്നുണ്ടാവുക? എന്തായിരിക്കും ക്രൈമിന്റെ ഗുണം? വേ ഓഫ് പണിഷ്മെന്റോ? ഫിയർ ഓഫ് പണിഷ്മെന്റ്. ഓക്കെ.
അതായത് ക്രൈം ചെയ്യുന്നവര് നമ്മൾ ശിക്ഷിക്കുന്ന കണ്ട് മറ്റുള്ളവർക്ക് ഒരു ഡിറ്ററൻസ്. ഓക്കെ, അല്ലാതെ പോലീസുകാർക്ക് പണി കിട്ടും. ആ നന്നായിട്ടുണ്ട്. നമ്മൾ ഒരു പണി കിട്ടുന്ന കാര്യം പറഞ്ഞു, ഇനി എല്ലാത്തിലും പണി കിട്ടും. ഞാൻ ഇനി എന്ത് ചോദിച്ചാലും ജോബ് ക്രിയേറ്റ് ആവല്ലോ. ശരിയാണ്, പറയാം, പോലീസും ജുഡീഷ്യറിയും. അതല്ലാതെ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം, ക്രൈം നമ്മളുടെ സമൂഹത്തിലുള്ള സർട്ടൻ ഇഷ്യൂസിനെ മനസ്സിലാക്കാനും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എപ്പോഴാണ്? ത്രൂ ക്രൈംസ് ആണ്. അപ്പൊ ക്രൈം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ പനി വരുന്ന പോലെയാണ്, ആസ് എ സിംറ്റം ആണ്. സിംറ്റം ഓഫ് എ ലാർജർ പ്രോബ്ലമാണ് ക്രൈം റേറ്റ് കൂടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കേരളത്തിൽ ഡ്രഗ് അബ്യൂസ് കൂടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് ക്രൈം അല്ലേ? ക്രൈം കൂടുന്നു. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കേരള സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരള സൊസൈറ്റിയിലുള്ള സർട്ടൻ ഇഷ്യൂസിനല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ഇഷ്യൂസ് പലതാവാം. മേ ബി ഇവിടുത്തെ പോലീസിങ് സിസ്റ്റത്തിന്റെ ലാക്ക് ഓഫ് എഫിഷ്യൻസി ആവാം, അല്ലേ? ഇവിടുത്തെ ആ ഒരു ഇഫക്റ്റീവ്നെസിന്റെ ഇഷ്യൂസ് ആവാം. പക്ഷെ ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ഇതൊരു ലാർജർ സോഷ്യൽ പ്രോബ്ലം ആയിട്ടല്ലേ? എന്താണ് ആ സോഷ്യൽ പ്രോബ്ലം? ജനറലി ചർച്ച ചെയ്യുന്ന സോഷ്യൽ പ്രോബ്ലം എന്താ? ഡ്രഗ്സിന്റെ ഇൻക്രീസ്. സപ്ലൈ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ ഒരു ആംഗിൾ അല്ലേ? സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് പറയാം. കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു, ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനോ ജോലിക്കോ വേറെ ഓപ്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രഗ്സ് വിറ്റ് ജീവിക്കുന്നു. അത് ശരിക്കും കണക്കാണ്. കാരണം ക്രൈം റേറ്റ് കൂടുന്നത് ഒരു പരിധിവരെ ഇക്കണോമിക് റീസൺസ് കാരണമാണ്. രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? ജനറലി ഇപ്പൊ ചർച്ചയിൽ പറയുന്നത് എന്താണ്? ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആണെന്നാ പറയുന്നത്. അതായത് പഴയ പോലെ ഫാമിലി ഒരു ക്ലോസ് നിറ്റ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം കുറയുന്നതെന്നും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഡ്രഗ് അബ്യൂസ് കൂടുന്നതെന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ നമ്മളെ സമൂഹത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വരുന്ന പോരായ്മകളും അതിലുള്ള ഇഷ്യൂസിനെയും നമുക്ക് തുറന്നു കാട്ടിത്തരുന്നത് എന്താണ്? ക്രൈം റേറ്റ് ആണ്. അപ്പൊ നല്ലതല്ലേ? നമ്മൾ പറയില്ലേ പനിക്കുന്നത് നല്ലതാണ്, കാരണം പനി സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതേപോലെ ക്രൈമിനെയും ഒരു സിംറ്റം ആയിട്ടാണ് ആര് കൺസിഡർ ചെയ്യുന്നത്? ഫങ്ഷണലിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ നമ്മളെ ഫങ്ഷണലിസ്റ്റുകൾ എങ്ങനെയാണെന്നുള്ളത്? എന്ത് കൊടുത്താലും അവരെന്താ പറയുന്നത്? അത് നല്ലതാണെന്നും അവർ സൊസൈറ്റിക്ക് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുമാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് നാളെ നോക്കാം. ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഈ ഒരു വീക്കും നെക്സ്റ്റ് വീക്കിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒരു 8 o'clock വരെ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ ഒരു 1-2 weeks കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ 8:30 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇനീഷ്യൽ ഒരു 1, 2 or 3 weeks വിൽ ഹാവ് ക്ലാസ്സസ് ടിൽ 8. ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും ഒക്കെ നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ലാർജർ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പോകും. ഓക്കെ. ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു കണക്ഷൻ കിട്ടും. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോർഷൻസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നിൽക്കാം. ഓൾ സെറ്റ്? റെഡി ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കെങ്കിലും? ഈ ക്ലാസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പറയാം. ആ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എഴുതുമ്പോൾ സ്റ്റിൽ യു ക്യാൻ റൈറ്റ് GP Murdoch's ഡെഫിനിഷൻ ബിക്കോസ് ഓഫ് ആ ഒരു അക്കാഡമിക് ആസ്പെക്റ്റിൽ പുള്ളി ഫാമിലിയിലുള്ള കോൺട്രിബ്യൂഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പുള്ളിയുടെ ഡെഫിനിഷൻ എഴുതുമ്പം നിങ്ങൾ അങ്ങനെ ഒരു ട്രഡീഷണൽ വ്യൂ ആണെന്നുള്ള രീതിയിൽ നിങ്ങളെ കാണില്ല. ഇതൊരു അക്കാഡമിക് രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇറ്റ്സ് ഗുഡ്. കാരണം പുള്ളി അത്രയും അതിനകത്ത് ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് റിലേറ്റഡ് ടു ഫാമിലി. ഓക്കെ. പിന്നെ നമ്മൾ ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനി അങ്ങോട്ട്. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഓൾറൈറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾറൈറ്റ്, എന്നാ ശരി. എല്ലാം പറഞ്ഞ പോലെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
സി റെക്കോർഡിങ്സ് നിങ്ങളുടെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഒരു യൂട്യൂബ് ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു.